നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിങ്ങിന് പോയി. ഞാൻ ഇങ്ങനത്തെ പരിപാടികൾക്ക് എന്നെ അധികം പേര് വിളിക്കാറുമില്ല, വിളിച്ചാൽ തന്നെ പോകാറുമില്ല പരമാവധി. ലുലുവും ഞാൻ താമസിക്കുന്ന തിരുമലയുമായിട്ട് എത്ര ദൂരമാണ്. എൻ്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ മറ്റൊരാളിൻ്റെ വണ്ടി കൊണ്ടുവരാൻ പറയാം, എന്നെ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് പോകണം, തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് ആരോടും പറയാറുമില്ലല്ലോ. അപ്പം നമ്മളെ പെട്രോൾ അടിച്ച് നമ്മൾ പോകണം. അപ്പോൾ UK ഒരാളാണ് നിർമ്മാതാവ് സിനിമയുടെ. അദ്ദേഹം എന്നെ വിളിച്ചു ഒരു ദിവസം, ഒന്ന് വീട്ടിലേക്ക് വരണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട. ഞാൻ പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞോളൂ, വീട്ടിൽ വരണ്ട, ഇല്ല എനിക്ക് നേരിൽ കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അശോകൻ എന്ന് പറഞ്ഞ വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വീട്ടിൽ വന്നു. അശോകൻ ഒരുപാട് കാലമായിട്ട് അറിയാം. വീട്ടിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ കൊച്ചുകുട്ടി പ്രധാന വേഷം ചെയ്യുന്നു. ഉണ്ടപ്പക്രു അടക്കം ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. കീരവാണിയാണ് സംഗീത സംവിധായകൻ. അത് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി, കാരണം ഓസ്കാർ അവാർഡ് വാങ്ങി വന്ന ആളല്ലേ. ഞാൻ കേട്ടു, അല്ല കീരവാണിയൊക്കെ വെച്ച് മലയാള സിനിമ ചെയ്യാൻ പറ്റുമോ ഇനി? അതൊന്നും ഞാൻ നോക്കിയില്ല സാർ, അദ്ദേഹം ഓസ്കാർ അവാർഡ് വാങ്ങിയ ആളല്ലേ, അപ്പോൾ അദ്ദേഹത്തെ വെച്ച് ചെയ്യിക്കണമെന്ന് തോന്നി. ഞാൻ നല്ല സംഗീത സംവിധായകനാണ്, എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിന് എത്ര രൂപ എന്നിട്ട്? അതൊരു 3 പാട്ടേ ഉള്ളൂ, പക്ഷേ 2 കോടി രൂപയാണ് പ്രതിഫലം. ഞാൻ ഒന്ന് ഏങ്ങിപ്പോയി, കാരണം ഈ UK കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മകനെ പ്രധാന വേഷക്കാരനാക്കി സ്റ്റാർ വാല്യുള്ള ആരുമില്ലാതെ എടുക്കുന്നൊരു സിനിമ. അപ്പോൾ തിയേറ്ററിൽ വരുമോ, OTT സാറ്റലൈറ്റ് പോകുമോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് 3 പാട്ട് ചെയ്യാനായിട്ട് 2 കോടി രൂപ ഒരു മടിയില്ലാതെ കൊടുക്കാനൊരു നിർമ്മാതാവ്. അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തിന് കീരവാണിയെ. ഒരുപാട് നേരം സംസാരിച്ച് ഒരു കാർഡൊക്കെ എനിക്ക് തന്നു. മജീഷ്യൻ എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൊഫസർ ഡിങ്കൻ 3D ദിലീപിനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം അകാലത്തിൽ കിടക്കുകയാണല്ലോ, അപ്പോൾ അതിനിടയിൽ നിങ്ങൾ മജീഷ്യൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ വരണം ലുലുവിൽ. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് എത്താം, വൈകുന്നേരം 6 മണിക്കല്ലേ എത്താം. പിന്നെ ഒരു 8-10 ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് 5:55 6:05 മിനിറ്റുള്ളപ്പോൾ ഞാനവിടെ എത്തി. ഞാൻ കാറൊക്കെ കൊണ്ടുവന്ന് അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇട്ടിട്ട് കയറി ഈ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ചെല്ലുമ്പോൾ ആരുമില്ല. പാട്ടൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്നു, ആരുമില്ല. ഞാനവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, ഇന്നിവിടെ ഒരു കീരവാണി വരുന്നൊരു ഫംഗ്ഷൻ ഇവിടെയാണ് സാർ. ഞാൻ പറഞ്ഞത് 6 മണിക്കല്ലേ, 6 മണിക്കാണ് പറഞ്ഞേക്കണേ, പക്ഷെ ആരും വന്നിട്ടില്ല. നല്ല വില കൂടിയ സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിലൊരു സെറ്റിയിൽ ഞാനിരുന്നു. 6-6:30 മണിയാവുമ്പോൾ പൂജപ്പുര രാധാകൃഷ്ണൻ അടക്കം ആരൊക്കെയോ സിനിമാക്കാർ വന്നു, കുറേ നടികളുമൊക്കെ വന്നു. എല്ലാവരുമായിട്ട് കുശലമൊക്കെ പറഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷം കാണുകയില്ലേ. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്യാസി വരുന്നു, ഒരു സ്വാമി. എനിക്ക് ആ സ്വാമിയോട് കൗതുകം തോന്നിയത്, ഇപ്പം ഈ കാഷായ വസ്ത്രം ഇട്ട് എത്ര ഉടായ്പ പാർട്ടികളെന്നറിയാം ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്റ്റീൽ ചങ്ങല ഇട്ടിട്ട് അതിൻ്റെ താഴെ ലോക്കറ്റിൻ്റെ പകരം നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന ഒരു സ്റ്റീൽ പാത്രം ലോക്കറ്റായിട്ട് ഇട്ടിട്ട് ആ സ്റ്റീൽ പാത്രത്തിനകത്ത് ശ്രീകൃഷ്ണൻ്റെ ഒരു പടം പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര പുച്ഛം തോന്നി. ദൈവത്തിനെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാലേ, പട്ടിക്കിടുന്നൊരു തുടൽ, ആ തുടലിൽ ഒരു സ്റ്റീൽ പാത്രം നമ്മൾ ചോറുണ്ടെന്ന് വെച്ചാൽ ആ സ്റ്റീൽ പാത്രത്തിൽ ഒരു ശ്രീകൃഷ്ണൻ. അവിടെ വന്നു, സ്വാമി വന്നിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഇഷ്ടപ്പെട്ട സീറ്റുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ക്യാമറകൾ വരുന്നുണ്ട്, ചാനലുകളൊക്കെ വരുന്നുണ്ട്. കീരവാണിയല്ലേ. 7 മണിയാകാറായപ്പോൾ നിർമ്മാതാവ് വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ആശാരെ, നിങ്ങൾ ഭയങ്കര ബോറല്ലേ കാണിക്കുന്നത്. 6 മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് 7 മണി വരെ നിങ്ങൾ പോലും ഇല്ലല്ലോ. അത് കോവളത്ത് ITDCയുടെ ഹോട്ടലിലാണ് കീരവാണി സാർ താമസിക്കുന്നത്. ഞാൻ സാറിൻ്റെ റൂമിലായിരുന്നു, പുള്ളി വിട്ടില്ല. സംസാരിച്ച് ഒരുപാട് സമയം പോയി. ഞാൻ പറഞ്ഞു, നിങ്ങളില്ലെങ്കിൽ അശോകനെങ്കിലും ഇവിടെ നിർത്തണ്ടേ, ഈ ക്ഷണിച്ച് വരുന്നവരെ കയറ്റിയിരുത്താനുള്ളൊരു മര്യാദ കാണിക്കാനെങ്കിലും ഇരുത്തേണ്ടതെന്ന് ചോദിച്ചു. അശോകനും വന്നു. അശോകൻ പിന്നെ എന്ത് പറഞ്ഞാലും ലോകം പിടിച്ചെടുത്താലും ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അശോകനെ നമുക്ക് വഴക്ക് പറയാൻ തോന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നു. ഒരു 7-7:30 ആയപ്പോൾ കീരവാണി വന്നു. ഭയങ്കര ബഹളം. കീരവാണി വന്നപ്പോൾ ഈ ഉണ്ണാനുള്ള പാത്രം കെട്ടിത്തൂക്കിയിട്ട സ്വാമി
അയാളെ കൂടെ ഒന്ന് സെൽഫി എടുക്കുന്നു. ആലോചിച്ചു, കാഷായ വസ്ത്രം എല്ലാം ത്യജിച്ചവനാണല്ലോ സന്യാസി. ഇപ്പോൾ ഉള്ളവന്മാർ അങ്ങനത്തെ ഒന്നും അല്ലെന്ന്, ഹൈടെക് സന്യാസിമാരാണല്ലോ. അയാൾ പോയി നിന്ന് തെക്കും വടക്കുമൊക്കെ നിർത്തി സെൽഫി എടുക്കുന്നു, ഈ പാത്രം തൂക്കിക്കൊണ്ട് പട്ടിയുടെ തുടലൊക്കെ ഇട്ട്. പിന്നെ വഴി പോണവരെല്ലാം പടം എടുക്കുന്നു. കീരവാണിയെ ഒരു 10-20 മിനിറ്റ് എല്ലാവരും കൂടെ പൊതിഞ്ഞു നിന്ന് പടം എടുക്കുന്നു. അപ്പോൾ ഉണ്ടപ്പക്ര വന്നു അജയൻ. അയാളെ കണ്ടപ്പോൾ കീരവാണി അങ്ങോട്ട് ചെന്ന് അയാളുടെ സീറ്റിനടുത്തിരുന്ന് സെൽഫിയൊക്കെ എടുത്തു. അവസാനം ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കയറ്റി അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ബേബി ജോൺ എന്നാണ് കേട്ടോ നിർമ്മാതാവിൻ്റെ പേര്. അദ്ദേഹം വർണ്ണിക്കുകയാണ്. ഈ കീരവാണി സ്റ്റേജിൽ കയറിയതോടെ ഈ വെട്ടുകിളികൾ പോലെ എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ഒരു 10-200 യൂട്യൂബർമാർ, അത് യൂട്യൂബർമാർ തന്നെയെന്ന് എനിക്കറിയില്ല, സെൽഫ് ഫോണൊക്കെ വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് ഒക്കെ ആയിട്ട്, തൊപ്പി വെച്ചവരും തൊപ്പി വയ്ക്കാത്തവരും തല കെട്ടിയവരും തല കെട്ടാത്തവന്മാരും ഒക്കെ ആയിട്ട്, മുടി വളർത്തിയവനും വളർത്താത്തവനും എല്ലാം കൂടി ഒരു 10-200 പേര് വന്ന് ഞാനൊക്കെ ഇരിക്കുന്ന VIP എന്ന് എഴുതിയിരിക്കുന്ന കസേരകളുടെ മുന്നിൽ വന്നങ്ങ് നിരന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് യവന്മാരെ വൃത്തിയിട്ട ചന്തികൾ മാത്രം, പലയിനം ജീൻസുകളിട്ട ചന്തികൾ, കുളിക്കാത്തവന്മാരുടെ ചന്തികൾ മാത്രമേ കാണാൻ പറ്റൂ. അവന്മാർ ചക്കന്ന് എടുത്തോണ്ടിരിക്കുക. ഒരു 2-3 മിനിറ്റ് ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന വാർത്താ ചാനലുകാർ അവരെയൊക്കെ മാറ്റും എന്നൊക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ ക്ഷണിച്ചു വന്ന വാർത്താ ചാനലുകാർക്ക് ആർക്കും ഒരു വിഷ്വൽ പോലും എടുക്കാൻ പറ്റുന്നില്ല, ഈ വെട്ടുകിളികൾ കയറി നിൽക്കുന്നതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ നടക്കണമ്പോൾ ആടിയുടെ കുറവുണ്ടെന്നുള്ളതാണ് സത്യം. സ്ഥലകാല ബോധമില്ലാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ എംബോക്കികൾ. ഞാനൊരു 3-4 മിനിറ്റ് ക്ഷമിച്ചു. അത് കഴിയുമ്പോൾ ഞാൻ പതുക്കെ എണീറ്റ് ആരോടും യാത്ര പറയാതെ, അവിടെ ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല, ഞാൻ താഴെ ഇറങ്ങി വന്ന് നമ്മൾ എന്തായാലും 10-250 രൂപ പെട്രോൾ പോയത് മിച്ചം. ഞാൻ വണ്ടി എടുത്തേക്ക് പോകുന്നു. ഞാൻ തിരുവനന്തപുരത്ത് കരമന എത്താറായപ്പോൾ അശോകൻ വിളിക്കുകയാണ്, ദിനേശ് ചേട്ടാ എവിടെ? ഞങ്ങട്ട് എന്ത്? അല്ല, ഇവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ട് ദിനേശ് ചേട്ടനെ കാണാനില്ല. ഞങ്ങട്ട് എന്ത് പ്രശ്നം പറ? അല്ല, മന്ത്രി വന്നു, വി ശിവൻകുട്ടി. ഞാൻ പറഞ്ഞു, അതിന് ഞാൻ എന്ത് വേണം? അല്ല, വിളക്കൊളുത്താനേട്ടെ സ്റ്റേജിലേക്ക് ദിനേശ് ചേട്ടനെ വിളിച്ചിട്ട് കാണാനില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കരമന കഴിഞ്ഞു, മേല ഇത്തരം ഉടായ്പ പരിപാടിയൊക്കെ എന്നെ വിളിക്കല്ലേ അശോക, ഇതൊക്കെ എന്താ നിങ്ങൾ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. അശോകനോട് നമുക്ക് വഴക്ക് പറയാൻ തോന്നില്ല. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു കീരവാണി വന്ന് പോയിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായി കാണും. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് 2 കോടി രൂപ കൊടുത്ത് കീരവാണിയെ കൊണ്ട് പാട്ട് ചെയ്യിക്കുന്ന നിർമ്മാതാവ് മകനെ നായകനാക്കി ചെയ്യുന്ന 10-15 വയസ്സുള്ള കുട്ടിയാണ്. അവിടെ പൂജ നടക്കുന്നിടത്താണെങ്കിൽ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ഉടായിപ്പ് നായികമാരെ മുഴുവൻ കൊണ്ട് നിറച്ചു വെച്ചിട്ടില്ല. അപ്പോഴേ എനിക്ക് തോന്നി ഇതിൻ്റെ കളറ് വേറെയാണെന്ന്, ഇത് പോക്ക് കേസാണെന്ന് അപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞു. ഇപ്പം ഞാൻ അറിയുന്നത് ലുലുവിൽ അടയ്ക്കാനുള്ള പൈസ അടച്ചു. പക്ഷേ അവിടെ അന്ന് അവിടെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു. ആ ഷോയ്ക്ക് സംഘാടകർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. പുള്ളി താമസിച്ച ഹോട്ടലിൽ ബാറിൽ വിളമ്പാൻ തന്നവൻ്റെ 50,000 രൂപ കടം വാങ്ങിച്ചു, അതും കൊടുത്തിട്ടില്ല. കീരവാണിക്ക് കൊടുത്ത ചെക്കുകളും ഒക്കെ ബൗൺസായി എന്നാണ് ഞാൻ അറിഞ്ഞത്. എത്ര ശരിയാണെന്നുണ്ട് അശോകനെന്ന് ഞാൻ വിളിച്ചത് ചോദിച്ചില്ല. അശോകൻ്റെ ചോദിച്ചാൽ അശോകൻ ചിരിക്കുകയുള്ളൂ, അല്ല അശോകൻ പറയില്ല. ഇപ്പം എന്നോടൊരാൾ പറഞ്ഞത് ഈ മെജീഷ്യൻ എന്ന് പറഞ്ഞ് ബേബി ജോൺ എന്ന് പറഞ്ഞ് UK നിന്നൊക്കെ കെട്ടിയിറക്കിയ 10,000 കോടി എന്തു ചെയ്യണമെന്ന് അറിയാത്ത മനുഷ്യൻ ഒരുമാതിരിപ്പെട്ടവരിൽ നിന്നെല്ലാം കടവ് വാങ്ങിയിട്ട് മുങ്ങി, ആ പടം തീർന്നു. ഇനി കീരവാണിയെ വിളിച്ചാൽ മലയാള സിനിമയിൽ ആരെങ്കിലും വിളിച്ചാൽ വരുമോ? ഇങ്ങനെയുള്ള ഉടായിപ്പുകൾ ഒരുപാടുണ്ട്. അവരെ പിന്താങ്ങി നടക്കുന്ന ഈ വിളിക്കാതെ സദ്യ ഉണ്ണാൻ വരുന്ന പറഞ്ഞ പോലെ യൂട്യൂബർമാരും ഇഷ്ടം പോലെയുണ്ട്. അഴിഞ്ഞാടുകയാണ് കേരളം മുഴുവൻ ഇപ്പോൾ യൂട്യൂബർമാരെന്ന് ഞാൻ പറയും. അതിൽ നല്ലവരില്ല എന്ന് ഞാൻ പറയില്ല, നല്ലവരുണ്ട്. വളരെ സീരിയസ് ആയി ചില ചാനലുകൾ നടത്തുന്നവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും വിളിക്കാത്തടത്ത് ചെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മരണമോ ഒരു വിവാഹമോ കിട്ടിയാൽ മിനിമം ഒരു 25 എപ്പിസോഡൊക്കെയാണ് ചെയ്യണം ഓരോരുത്തന്മാർ. തിരുവനന്തപുരത്ത് നിന്നൊക്കെ പെറ്റി കിടപ്പുണ്ട് എറണാകുളത്ത്. ഇത് എറണാകുളത്താണ് ഈ അസുഖം ഏറ്റവും കൂടുതലുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യൂട്യൂബർമാർ മുഴുവൻ എറണാകുളത്ത് പെറ്റി കിടക്കുക. അത് ഒരു നടി ബാങ്ക് ലോണിൽ കാർ എടുത്താൽ അതിനെ കുറിച്ചൊരു ഷോ, മറ്റേ നടി ഒരു കാർ എടുത്തു, കാറും നടിയൊക്കെ വെച്ചിട്ട് 3 മാസം കുടിച്ച് വരുമ്പോൾ ബാങ്കുകാർ അത് എടുത്തുകൊണ്ട് പോകുന്നുള്ള വേറൊരു സത്യം. പിന്നെ ഏതെങ്കിലും ഒരു നടി മഞ്ഞ സാരി വാങ്ങിച്ചാൽ അതിൻ്റെ മറ്റേ നടി മഞ്ഞ സാരി കൊടുത്തു, അതിൻ്റെ പ്രോഗ്രാം. ഹണി റോസ് എവിടെയെങ്കിലും ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വരികയാണെങ്കിൽ മുമ്പിലും പുറകിലും ഒക്കെ നിന്ന് എന്തൊക്കെ എടുക്കാമോ എല്ലാം എടുത്ത് എപ്പിസോഡാക്കുക. 2 മിനിറ്റോ 5 മിനിറ്റ് 8 മിനിറ്റോ ഒക്കെ മതിയല്ലോ. പിന്നെ ഒരു മരണം കിട്ടിയാൽ ആഘോഷിക്കുകയാണെന്നേ. മരണം കിട്ടിയാൽ മാമുക്കയുടെ മകൻ തന്നെ ഒരുത്തൻ്റെ ക്യാമറ പിടിച്ച് വാങ്ങിച്ച്, ഞാൻ പറഞ്ഞാൽ മാമുക്കയുടെ കൂടെ ആ കുഴിയിലിട്ട് മൂടണമായിരുന്നു, എങ്കിൽ അങ്ങനെയൊക്കെ ആത്മാവിന് ശാന്തി കിട്ടില്ല. പോട്ടെ, മാമുക്കോയെ മരിച്ചിടത്തൊക്കെ കാണിച്ച തെമ്മാടത്തിനങ്ങൾ അളിച്ചു പോകും.
മരിച്ച് മൺമറഞ്ഞു പോയ നൂറുകണക്കിന് ആളുകൾ കിടക്കുന്ന ഖബർസ്ഥാനിൽ ചെന്നിട്ട് അവരുടെയൊക്കെ നെഞ്ചിലല്ലേ കയറി നിൽക്കുന്നത് ഓരോരുത്തന്മാർ. ഒരു മരിച്ച മനുഷ്യനാണ് ഇതിനടി കിടക്കുന്നതെന്നുള്ള ബോധം പോലും ഇല്ലാതെ. എന്നിട്ട് മമ്മൂട്ടി മോഹൻലാലൊക്കെ വരാത്തതിനെ കുറിച്ച് തെറിയും. കാരണം യവന്മാരെല്ലാം ചെന്ന് നിൽക്കുന്ന മാമുക്കയോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ. മമ്മൂട്ടി വന്നാൽ 10 എപ്പിസോഡ്, മോഹൻലാൽ വന്നാൽ 10 എപ്പിസോഡ് എടുക്കാമെന്ന് പറഞ്ഞാണല്ലോ പോണേ. ഇങ്ങനെ പറഞ്ഞാൽ ചെങ്കണ്ണ് ദീനം പോലെ ആയി കേരളത്തിൽ യൂട്യൂബർമാരെന്ന് പറയാം. ഞാനിന്ന് പെട്ടെന്ന് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ കാര്യം, ഇന്ന് വാർത്താ ചാനലുകളിലൊക്കെ ഒരു വാർത്ത പോകുന്ന ഫ്ലാഷ് ന്യൂസ്, ഒരുപാട് സിനിമാക്കാരെന്നെ വിളിച്ചു, കാണുന്നില്ലേ ഒരു പുതിയ തീരുമാനം അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇതാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മിടുക്കന്മാർ, ഇപ്പോൾ ആൻഡ്രോ ജോസഫ് ആയാലും ലിസ്റ്റൻ സ്റ്റീവൻ ആയാലും ബി രാകേഷ് ആയാലും സുരേഷ് കുമാർ ആയാലും എല്ലാവരും സിയാദ് കോക്കർ ആയാലും എല്ലാവരും മിടുക്കന്മാരാണല്ലോ എന്ന് എനിക്ക് തോന്നി. കാരണം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നാണ് ആദ്യത്തെ ഹെഡിങ്. പക്ഷേ രണ്ടാമത്തെ കണ്ടപ്പോഴാണ് അയ്യേ ഇതാണ് അവർ ചെയ്യണമെന്ന് തോന്നി. കാരണം അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണം എന്നാവശ്യപ്പെട്ട് ഫെഫ്കയ്ക്ക് കത്ത് നൽകി. ഫെഫ്കയാണോ കേരളം ഭരിക്കണേ? എന്താ ഇവർ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്കയുടെ അന്ത്യശാസനം കൊടുക്കുകയാണ്, അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണം ഫെഫ്കയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള അല്ലാതെ ഫെഫ്കയ്ക്ക് എന്താ അവകാശമുണ്ട് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാൻ? അതിവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ നിയമവകുപ്പ് മന്ത്രിയോ അല്ലേ ചെയ്യേണ്ടത്. നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യും. പിന്നെ ആ ചർച്ച കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബർമാരെ മൊത്തം തലവെട്ടിക്കളയുന്നേ. വീരശൂര പരാക്രമികളല്ലേ നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കുന്നു എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. സിനിമയുടെ പ്രമോഷനുമായി നടത്തുന്ന അഭിമുഖങ്ങളിൽ, ചോദ്യങ്ങളിൽ, നടിമാരോട് ചോദിക്കുന്നതിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ആങ്കർമാർ കടക്കുന്നു. അതായത് ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നാൽ വന്നിരിക്കുന്ന നായികയോട്, ഒന്നാമത് വന്നിരിക്കുന്ന നായികയുടെ വേഷഭൂഷാദികളുടെ അവളുടെ സ്റ്റൈലും മേക്കപ്പും എല്ലാം കൂടെ കണ്ടാൽ തന്നെ അറിയാതെ വല്ലതും ചോദിച്ചു, കൊച്ചെ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ വന്നതെന്ന് നമ്മൾ ചോദിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള കുറേ എണ്ണം ഇറങ്ങിയിരിക്കുന്നത്. പേര് പോലും എനിക്കറിയില്ല, കുറേ എണ്ണം സിനിമാ നായിക എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മറുവശത്തിരുന്ന് ആങ്കറിച്ച് വരുന്ന ചിലരെ കാണണം. അതിൻ്റെ കുഴച്ചിലൊക്കെ കണ്ടാലുണ്ടല്ലോ. അത് എല്ലാവരും എറണാകുളത്താണ് കേട്ടോ, ഞാൻ തിരുവനന്തപുരത്തുകാരനെ കൊണ്ട് കുറ്റം പറയല്ല. എറണാകുളത്ത് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആങ്കർമാർ. മലയാളത്തിൽ ആദ്യത്തെ സിനിമ ഏത് നേട്ട കണ്ണപ്പനുണ്ണി എന്ന് പറയുന്ന വിവരദോഷികളായ കുറേ ആങ്കർമാർ, പെൺപിള്ളേർ. ഇത് ജേർണലിസം ഒന്നും പഠിച്ചിട്ടായിരിക്കില്ല, തൊലി വെളുപ്പുകൊണ്ട് ഇറങ്ങുന്നതാണ്. അല്ലെങ്കിൽ മറ്റേ സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് എല്ലാം കാണിച്ച് നടക്കാൻ ചങ്കുറ്റുള്ളതിനൊക്കെ ആയിരിക്കും പിടിച്ച് ഈ ആങ്കറാക്കുന്നത്. നക്കാപ്പിച്ചപ്പോൾ ഇപ്പം തന്നെ അമ്മയുടെ എക്സിക്യൂട്ടീവ് നടക്കുന്നിടത്ത്, അല്ലെങ്കിൽ ജനറൽ ബോഡി നടക്കുന്നിടത്ത് ഒരു പെങ്കൊച്ച് നടക്കുന്നുണ്ട് സ്ലീവ്ലെസ്സൊക്കെ ഇട്ട്. അയ്യോ, അത് ഓരോ ആർട്ടിസ്റ്റുകളുടെ മുമ്പ് ചെന്ന് നിന്ന് ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങൾ വേണം കേൾക്കാൻ. എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി കേട്ടോ ഈ അമ്മയുടെ സംഘാടകരോട്, പ്രത്യേകിച്ച് ഇറങ്ങിപ്പോയ ഇടവേള ബാബുവിനോട്. കാരണം ബാബു ആയിരിക്കുമല്ലോ 20 ലക്ഷം രൂപയ്ക്ക് എന്തോ ഇത് ചാനൽ വിറ്റത്, ഒരു ചാനലിൽ. അയാൾ 20 ലക്ഷത്തിന് വിൽക്കുമ്പോൾ 30 ലക്ഷം കിട്ടാൻ വേണ്ടിയുള്ള പണികളെല്ലാം ചെയ്യും. അവിയൽ, തോരൻ, സാമ്പാർ, പുളിശ്ശേരി, എരിശ്ശേരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് അമ്മയ്ക്കകത്ത് കിടക്കുന്ന പറയാൻ പാടില്ലാത്തതും പറയാവുന്നതും എല്ലാം എടുത്ത് വിളമ്പിയല്ലോ. നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് സ്വന്തം ജനറൽ ബോഡിയെ എടുത്ത് എന്താ പറയുക, ഒരു യൂട്യൂബർക്ക് വിൽക്കുക. ഇങ്ങനെയാണോ ഒരു ജനറൽ ബോഡി നടത്തേണ്ടത്? ആഹാരം ഒരു സ്പോൺസർക്ക് വിൽക്കുക. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ മോഹൻലാൽ ഇടുന്ന അതിൻ്റെ പ്രസിഡന്റ് മോഹൻലാൽ ഇടുന്ന ജുബയും മുണ്ടും വരെ അടുത്ത വർഷം ചിലപ്പോൾ സ്പോൺസർ ചെയ്യും. എന്തൊരു നാണക്കേടെന്ന് ആലോചിക്കുക. ഒരു ജനറൽ ബോഡി നടത്താൻ പറ്റാത്തൊരു സംഘടന കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ഒരു ജനറൽ ബോഡി വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനറൽ ബോഡി, അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ട് ഒരു ചാനലുകാരുടെ മൊണോപ്പൊളി ആയിട്ട് കൊടുക്കുക. ഉടൻ പത്രക്കാരെല്ലാവരും കൂടി അതിനെതിരെ പ്രതിഷേധിക്കുക. ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിരുന്നു, തന്നില്ല. കാരണം ഇവൻ തന്നെ റോഡിൽ നിന്ന് എല്ലാവരും ആട്ടി ഓടിച്ചു എന്നാണ് പറഞ്ഞത്. ആർക്കും കയറാൻ പറ്റില്ല, ക്യാമറയും റിപ്പോർട്ടറും എല്ലാം എൻ്റെ മാത്രമേ പാടുള്ളൂ. ഇവിടുന്ന് കുറേ എണ്ണത്തിനും കൊണ്ടിട്ട് തെക്ക് വടക്ക് ഷൂട്ട് ചെയ്യുക. ഉടൻ തന്നെ പുതിയ നിയുക്ത സെക്രട്ടറി പറയുന്നു, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നു, നടന്നത് മോശമായിപ്പോയി, ഞാനതിനെപ്പറ്റി ചിന്തിക്കാമെന്നൊക്കെ പറഞ്ഞത്. സിദ്ദിഖിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആണത്തുമുള്ളവനാണെങ്കിൽ അടുത്ത വർഷത്തെ വാർഷിക ജനറൽ ബോഡി നടത്തുമ്പോൾ ഇതുപോലെ സ്പോൺസറിങ് നടത്തരുത്. ഉപഹാരങ്ങൾ കൊടുക്കുന്ന ഷീൽഡ് വരെ സ്പോൺസറെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ നാണം വേണ്ടേ? അമ്മയുടെ ജനറൽ ബോഡി എത്ര കണ്ടവൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ജനറൽ ബോഡി നടത്തുന്നത്. അതുപോലെ ഈ മരണം നടക്കുന്ന ചടങ്ങുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് മരണച്ചടങ്ങുകൾ നടക്കുന്നിടങ്ങളിൽ വലിയ കൂട്ടമായി എത്തി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെട്ടിക്കിളികൾ വരും പോലെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും നിർമ്മാതാക്കൾ വിലയിരുത്തി. എന്നാൽ ഇതിന് കടിഞ്ഞാണിടാൻ ഫെഫ്കയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് അവർ. എന്തിനാണ് ഫെഫ്കയ്ക്ക് കത്ത് നൽകണേ? ഇപ്പോൾ
എറണാകുളത്ത് സിദ്ദീഖിൻ്റെ മകൻ മരിച്ചു, 37 വർഷം പൊന്നുപോലെ വളർത്തിയ മകൻ. അവിടെ അയാൾ ഗേറ്റിനകത്തേക്ക് ആരും കയറ്റില്ല. റോഡിൽ നിൽക്കാൻ പറ്റില്ലെന്ന് ആര് പറയും? ഫെഫ്ക പറയുമോ? പോലീസ് പറയുമോ? റോഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെന്തിനാണ് ഈ ഫെഫ്കയ്ക്ക്? അത് മാത്രമല്ല, സിദ്ദീഖിൻ്റെ മകൻ മാത്രമാണ് ഇവിടെ മരിച്ചത് സിനിമാക്കാരായിട്ട്, സെലിബ്രിറ്റി ആയിട്ട് അല്ല. ഇവിടെ മമ്മൂട്ടിയുടെ അമ്മ മരിച്ചപ്പോൾ ആരും ഗേറ്റിനകത്തേക്ക് ഒരു ഈച്ചപ്പുല്ല് അദ്ദേഹം കയറ്റി വിട്ടില്ലല്ലോ. അപ്പോൾ റോഡിൽ നിന്നിട്ട് ഇതിന് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ മരണ വീടുകളിൽ. ഇപ്പം മമ്മൂട്ടിയുടെ അമ്മ മരിച്ചാൽ മമ്മൂട്ടിയേക്കാൾ ദുഃഖത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി വരണമെന്നും കാണാൻ, നടിമാരായാലും നടന്മാരായാലും അവരെ ദുഃഖഭാരം വേണം കാണാൻ. ഇതാരെ ബോധ്യപ്പെടുത്താൻ? ചുമ്മാ ക്യാമറയുടെ ഫ്രണ്ട് ജാട കാണിക്കാനായിട്ട്. മമ്മൂട്ടിയുടെ അമ്മ മരിച്ചാൽ ഒരു നടിക്ക് എന്താ ദുഃഖം, ഒരു നടൻ എന്താ ദുഃഖം? എനിക്ക് മനസ്സിലാവണില്ല. ചിലപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം ആ അമ്മയിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചാൽ മമ്മൂട്ടിയുടെ മാനേജറായി നടക്കുന്ന ജോർജിന് ചിലപ്പോൾ വിഷമം കാണും. ചിലപ്പോൾ മോഹൻലാൽ വന്നാൽ അദ്ദേഹത്തിന് വിഷമം കാണും. കാരണം വർഷങ്ങളായി 10-40 വർഷമായിട്ട് പരിചയമുള്ള ആൾ. ഇന്നലത്തെ മഴയത്ത് കിളിർത്ത തകര പോലുള്ള നടിമാരൊക്കെ വരണമെങ്കിൽ കറുത്ത സാരി, കറുത്ത കുപ്പായമൊക്കെ ഇട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ദുഃഖത്തോടെ വരണമെന്ന് കാണാം. അയ്യോ, എൻ്റെ മമ്മൂക്കയുടെ അമ്മ മരിച്ചോ എന്നുള്ളത്. ഇത് ആരെ ബോധ്യപ്പെടുത്താനെന്നേ? അത് ഷൂട്ട് ചെയ്യാനായിട്ട് കുറേ ജോലിയില്ലാത്ത വിവരദോഷികൾ അവന്മാർ എന്ത് പറയുന്നു? മമ്മൂക്കയുടെ അമ്മ മരിച്ചതിനെ കുറിച്ച് എന്ത് പറയുന്നു? അവർ ഒന്നാമത് പ്രായാധിക്യമെന്ന്. എൻ്റെ മകൻ ലോകത്ത് വളരാവുന്ന, കേരളത്തിൽ നിന്നൊരു മലയാളിക്ക് വളരാവുന്നതിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ഒരു മകൻ, അതെല്ലാം കണ്ട് എല്ലാ ഭാഗ്യവും കണ്ട് മരിച്ച അമ്മയല്ലേ. അതാണ് പ്രശ്നം. ഞാനും മമ്മൂട്ടിയുടെ അനുജനുമായിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു, എൻ്റെ വീട്ടിലായിരുന്നു അമ്മ, ഇപ്പം ചേട്ടൻ്റെ കൂടെ പോയി. കാരണം ചേട്ടൻ പറയുന്നതേ അല്ല, അമ്മ പറയുന്നത്, ചേട്ടൻ്റെ വീട്ടിലാകുമ്പോൾ എനിക്ക് അറ്റൻഷൻ കിട്ടും, കാറുണ്ട്, ഡ്രൈവറുണ്ട്, എപ്പോൾ വിളിച്ചാലും. മമ്മൂട്ടിയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ പറന്നെത്താൻ ഡോക്ടറും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ സേഫായിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു എന്നാണ് എന്നോട് ഇബ്രാഹിം കുട്ടി പറഞ്ഞത്. ഭാഗ്യം ചെയ്ത ഉമ്മ. അവർ കിടന്ന് കഷ്ടപ്പെടാതെ നല്ല പ്രായത്തിൽ പോയെന്ന് ഞാൻ പറയും. പക്ഷേ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വെട്ടിക്കിളികളുടെ നാണം. വേണ്ടേന്ന് വിളിക്കാത്തടത്ത് പോയി ഷൂട്ട് ചെയ്യാൻ ചെല്ലണേ, പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. ആണത്തുള്ളവന്മാരാണ്, ചങ്കൂറ്റുള്ളവന്മാരാണെങ്കിൽ പോകരുത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന നിബന്ധന ആലോചിച്ചപ്പോൾ വിരസം തോന്നി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യം പോർട്ടലിൽ ഇനി യൂട്യൂബർമാരെല്ലാം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ഒറ്റ യൂട്യൂബർമാരുമായിട്ട് സഹകരിക്കില്ല എന്നാണ്. ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ അശ്വന്ത് ഖോക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ വിവരദോഷങ്ങൾ പറയുന്ന സിനിമ റിവ്യൂ ചെയ്ത് 10-15 ലക്ഷം കാണിക്കുന്നവരുണ്ടല്ലോ, അവർ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ല. നിങ്ങളെന്തിനാ അവൻ്റെ എന്താ പറയുക തലവെട്ടികളയോ? എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ അവർ GST ടാൻ നമ്പരൊക്കെ വേണമെന്നാണ് പറയുന്നത്. എന്തിനാ അവർക്ക് ടാൻ നമ്പരും GST ഒക്കെ? എന്തിനാ ഈ പ്രൊഡ്യൂസേഴ്സ് ആവശ്യമില്ല? എടാ, സ്വന്തം സംഘടനയിലുള്ള അംഗങ്ങളോട് പറടാ, പോയി GSTയും ടാനും ഒക്കെ കൃത്യമായി എടുക്കുകയും കൃത്യമായി കണക്ക് കൊടുക്കാനും ടാക്സ് അടയ്ക്കാനും കള്ളപ്പണം വെളുപ്പിക്കാതിരിക്കാനും ഒക്കെ അവരെ പഠിപ്പിക്കുക. യൂട്യൂബർമാർ ഇപ്പം ഞങ്ങളുടെ ഷാജൻ സ്കറിയ, മറുനാടൻ ചാനലിലെ ഷാജൻ സ്കറിയ, അയാൾ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അയാൾക്ക് GST ഉണ്ടോ? അതിൻ്റെ നമ്പർ പറ, അല്ലെങ്കിൽ ടാനിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ നമ്പർ പറയാമെന്ന് ആരെങ്കിലും പറയുമോ? എന്തിനാ പറയണേ? അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ ചെയ്യും, അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ അന്വേഷിച്ചോളൂ. ഇവർക്കെന്താ കാര്യം? ആവശ്യമില്ലാത്ത ചുമ്മാ പുകമറ സൃഷ്ടിക്കുകയാണെന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കത്ത്. ഫെഫ്കയുടെ അംഗീകൃത PROമാർ നൽകുന്ന കത്തും ഉള്ളവർക്ക് മാത്രമാണ് ഇനി സിനിമാ പ്രൊമോഷൻ അടക്കമുള്ളതിൽ പങ്കെടുക്കാൻ അനുമതി നൽകൂ എന്നാണ് പറഞ്ഞത്. PROമാർ ആലോചിച്ച് നോക്കണം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞാണ്, എന്നോട് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ PR ആവാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന PROമാർ ചെയ്യുന്ന പണിയല്ല PROയുടെ പണി. പണം പലിശയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ പറയുന്നില്ല, അത് കൂടിപ്പോകും. കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അതിലുണ്ട്. ഇപ്പോൾ AS ദിനേശിനെയൊക്കെ പോലെ മാന്യരായ PROമാരുണ്ട് ഇല്ലേ? അപ്പോൾ ഞാൻ അടച്ചു പറഞ്ഞാൽ അവർക്കും ഒക്കെ ബാധിക്കും, അതൊരു പറയുന്നില്ല. അയാൾക്ക് നന്നായിട്ട് പണിയെടുക്കുന്ന PROയാണ്. ഇവിടെ വേറെ ചില PRO വേന്ദ്രന്മാരുണ്ട്, എന്താണ് പണിയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിലെ PROമാർ ചെയ്യുന്ന പണിക്ക് എന്നെ കിട്ടില്ല. തമിഴ്നാട്ടിലൊക്കെ PROയ്ക്കുള്ള വില താങ്കൾക്ക് മനസ്സിലാവുമെങ്കിൽ ഞാൻ PROയ്ക്ക് വർക്ക് ചെയ്യാം. പക്ഷേ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു പടത്തിന് 5000 രൂപ വെച്ച് തരണം, ഒരു സ്റ്റില്ല് പോലും താങ്കളുടെ ഞാൻ അറിയാതെ പുറത്തുവിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നിബന്ധന പറഞ്ഞപ്പോൾ എനിക്കൊരു എല്ല് കൂടുതലാണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടല്ലോ. സൂറത്തിൻ്റെ സെറ്റിലായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇനി PROമാരുടെ കത്തും കൂടെ കിട്ടിയാൽ മാത്രമേ ഇവരെ ഈ യൂട്യൂബർമാരെ സിനിമാ പ്രൊമോഷൻ അടക്കമുള്ള പരിപാടിക്ക് ഇരുത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത് ഈ പ്രൊമോഷനൊന്നും ഇല്ലാതെ ഇവിടെ നല്ല പടങ്ങൾ ഒരുപാട് ഓടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഏതെങ്കിലും ഹോട്ടലിൽ തീറ്റിയും കുടിയൊക്കെ കൊടുത്ത് കുറേ വിവരദോഷികളെ വിളിച്ചിരുത്തിയിട്ട് മറ്റേ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളുടെ പുതിയ സിനിമ, മറ്റന്നാൾ ഇറങ്ങുന്ന സിനിമ
ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കാവുന്ന യോഗ്യതയുള്ളൊരു സിനിമയാണ് ഞങ്ങൾ 75 ലക്ഷം രൂപയ്ക്ക് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വാചകം അടിക്കുന്നത്. നല്ല പടത്തിനൊന്നും ഈ ഇത്തരം ഗിമ്മിക്സുകളൊന്നും ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു യുവ നടിയുമായുള്ള അഭിമുഖത്തിൽ അവരെ അപമാനിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. ചോദിക്കാവുന്ന ഇവളോട് ചോദിച്ചാൽ അടി കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാളിനോട് മാത്രമേ അങ്ങനെയുള്ള എന്താ പറയുക അപമാനിക്കുന്ന തരത്തിൽ ചോദ്യം ചോദിക്കൂ. അല്ലാണ്ട് കനി കുസൃതിയോട് ചോദിക്കുമോ? ചെപ്പ കുറ്റിയടക്കി അടിച്ചു കൊടുക്കൂലേ? പാർവതി തിരുവോരത്തിനോട് ചോദിക്കുമോ? ചവിട്ടി കൂട്ടും. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ചമ്മുകയോ നമ്മൾ ചോദിച്ചാൽ കിണിച്ചോണ്ടിരിക്കുകയോ നമ്മൾ ചോദിച്ചാൽ കുഴഞ്ഞുകൊണ്ട് കാണിക്കുകയോ ചെയ്യുന്നവളോട് മാത്രമേ അപമാനകരമായ ചോദ്യങ്ങൾ ചോദിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. നേരെ മറിച്ച് ചങ്കൂറ്റമുള്ള ഒരു പെണ്ണിനോടും ഒരുത്തനും ചോദിക്കില്ല. ഇത് മാത്രമല്ലെന്നേ, സിനിമയിൽ കൂടെ കിടക്കാൻ വിളിക്കുന്നവന്മാർ ആരെയാണ് വിളിക്കുന്നത്? പാവങ്ങളെ വിളിക്കുള്ളന്നേ. ഈ പറഞ്ഞതുപോലെ ഒരാളിനോട് ഇപ്പം കനി കുസൃതിയെ തന്നെ എടുക്കാം. കനി കുസൃതി അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. കനി കുസൃതി അഭിനയിക്കാമെന്ന ഒരു സെറ്റിൽ വെച്ച് അവനെങ്കിലും പോവാമോ എന്ന് കേൾക്കുമോ? വിവരം അറിയും, അവൻ്റെ എല്ലാം കൂടെ ചവിട്ടി കൂട്ടും. അങ്ങനെയുള്ളവരുണ്ടെന്നേ ഇവിടെ. പെമ്പിളരായാൽ ആ ചങ്കൂറ്റമാണ് ആദ്യം വരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും യൂട്യൂബർ കുഴഞ്ഞ ചോദ്യം ചോദിക്കാമെന്ന് നിൻ്റെ അമ്മയോട് പോയി ചോദിക്കടാന്ന് പറയണ്ടേ? നിൻ്റെ സഹോദരിയാണ് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ് നിൻ്റെ അക്കച്ചീരോടെ നീ ചോദിക്കോടാ എന്നല്ലേ കേൾക്കണ്ടേ? അങ്ങനെ ചോദിച്ചാൽ ഒരുത്തനും രാത്രി കൂടെ കിടക്കാൻ വരെ ഒന്നും ചോദിക്കില്ല. ഈ പറയുന്ന അപമാനിക്കുന്ന ഡയലോഗുകൾ പറയില്ല. ഇപ്പം തന്നെ പത്രത്തിലൊക്കെ കണ്ടില്ലേ ഒരുത്തി പറഞ്ഞേക്കണേ, 2-3 വർഷം ഒരു സംവിധായകൻ്റെ കൂടെ അവൻ്റെ ഫ്ലാറ്റിൽ ജീവിച്ചിട്ട് ഇപ്പോൾ അതാ കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എന്നെ മയക്കുമരുന്ന് LSD ഒക്കെ കലക്കി തന്നു. LSD കലക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇവർക്കൊക്കെ അല്ലേ അറിയാം. ഒരു വർഷങ്ങളായി പൊറുതിയായതുകൊണ്ട് ഇവർക്കേ അറിയാൻ പറ്റും. കലക്കി തന്ന് എന്നെ ബലാത്സംഗം ചെയ്തു തന്നു. അപ്പോൾ കോടതിയിൽ മറ്റവൻ പറയാണ്, ഞാൻ ബലാത്സംഗം എന്തിനു ചെയ്യുന്നതേ? 2 വർഷമായിട്ട് എൻ്റെ കൂടെ അല്ലേ പൊറുതി. 2 വർഷം എൻ്റെ കൂടെ പൊറുതിയുള്ള ഒരുത്തിയെ ഞാനെന്തിനാ ബലാത്സംഗം ചെയ്യണേ? ഇങ്ങനത്തെ നാറ്റ കേസുകളാണെന്നേ സിനിമയിൽ ആദ്യം നിർത്താൻ. അപ്പോൾ നടിയോട് മോശമായ അപമാനകരമായ ഡയലോഗ് പറഞ്ഞതുകൊണ്ടാണെന്ന് പെട്ടെന്നുള്ള നീക്കത്തിൻ്റെ പിന്നിലെന്ന് 24 ന്യൂസ് പറയുന്നു. 24 ന്യൂസ് കണ്ടെത്തിയ കാരണം അതാണ്. പ്രൊഡ്യൂസേഴ്സ് പെട്ടെന്ന് യൂട്യൂബർമാരെ നിലക്ക് നിർത്തണമെന്ന് തീരുമാനിച്ചത് ഈ പറയുന്ന നടിയോട് മോശമായ അശ്ലീല കലർന്ന എന്തോ ഡയലോഗ് ചോദിച്ചുകൊണ്ടാണെന്ന് പറയുന്നു. സിദ്ദിഖിൻ്റെ മകൻ മരിച്ചപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെത്തി വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും 24 ന്യൂസ് പറയുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർമ്മാതാക്കൾ ഇത്തരം നിലപാട് സ്വീകരിച്ചത്. അന്തിമ തീരുമാനം എടുക്കുക ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി ആയിരിക്കും എന്നും 24 പറയും. മരണസ്ഥലങ്ങളിൽ പോലും മര്യാദ ലംഘിച്ച് വിഷ്വലുകൾ എടുക്കുന്നു. അതിന് മാനദണ്ഡം വേണം. അതിന് സിനിമാ നിർമ്മാതാക്കളുടെ അക്രഡിറ്റേഷൻ വേണം. പ്രേക്ഷകർക്ക് അരോചകമായ കാര്യങ്ങൾ നൽകുന്നു എന്നാണ് മനോരമ പറയുന്നത്. ഞങ്ങളുടെ ഫെഫ്കയുടെ അക്രഡിറ്റേഷൻ കാർഡ് കൊണ്ട് എന്ത് ഫലം? 50 രൂപ കൊടുത്തൊരു അക്രഡിറ്റേഷൻ കാർഡ് അടിച്ചാൽ, അല്ല ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഈ കാർഡ് അടിച്ചാൽ പ്രൊഡ്യൂസേഴ്സിന് 50 രൂപ നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന അക്രഡിറ്റേഷൻ ആ കാർഡിന് 1 രൂപയുടെ വിലയുണ്ടോ? ആരെങ്കിലും നിയമപരമായോ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടാവുമോ? അപഹാസ്യരാകാം എന്ന് മാത്രം ഞാൻ പറയും. മലയാള സിനിമാ വ്യവസായത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ ചാനലുകളുടെ ഒരു യോഗം താങ്കളുടെ സംഘടനാ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്നത് ഓർക്കുമല്ലോ എന്നാണ് ഫെഫ്കയ്ക്ക് കൊടുത്ത കത്തിൽ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ചോദിച്ചിരിക്കുന്നത്. എൻ്റെ സുഹൃത്താണ് രാകേഷ്. ഞാൻ ആദ്യം വിചാരിച്ചു രാകേഷിനെ വിളിച്ച് സംസാരിക്കും, നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയും നമ്മൾ എന്ത് പറഞ്ഞാൽ അരഞ്ഞാണം പാമ്പാവുന്ന സമയമാണല്ലോ. രാകേഷിൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ രാകേഷുമായിട്ടുള്ള സൗഹൃദം തെറ്റും. രാകേഷ് വിചാരിക്കും ഞാനൊരു യൂട്യൂബ് നടത്തുന്നതുകൊണ്ട് യൂട്യൂബർമാരെ കൂടാതെ ഒറ്റ യൂട്യൂബർമാരെ എൻ്റെ വീട്ടിൽ കയറ്റാത്ത അതുകൊണ്ടല്ലേ. കാരണം എനിക്കിഷ്ടമല്ല അവന്മാരെ. വില കളയാനായിട്ട് നടക്കുന്ന കുറേ എംബോക്കികളാണ്. പക്ഷേ രാകേഷിനോട് ഞാൻ അത് ചോദിച്ചില്ല. അപ്പോൾ രാകേഷിന് കൊടുത്ത കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഴുതിയിരിക്കുകയാണ്, മലയാള സിനിമാ വ്യവസായത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ ചാനലുകളുടെ ഒരു യോഗം താങ്കളുടെ സംഘടന അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്നത് ഓർക്കുമല്ലോ, അതോ നിങ്ങൾ മറന്നോ ഉണ്ണികൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. അന്നത്തെ യോഗത്തിൽ അറിയിച്ച പ്രകാരം ഒരു നിയന്ത്രണവുമില്ലാതെ സിനിമയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവൃത്തികളുടെ മേൽ ജാഗ്രത വേണമെന്ന് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ സംബന്ധിച്ച് പ്രേക്ഷകർ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനുള്ള ഓൺലൈൻ മീഡിയ പാനലിൻ്റെ മാനദണ്ഡങ്ങൾ താഴെ പറയുന്ന തരത്തിൽ കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. 1.
സിനിമാ നിർമ്മാതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഉദയം പോർട്ടലിൽ രജിസ്ട്രേഷൻ എടുക്കണം. എന്തിന്? നിങ്ങളെന്താ അത് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? എൻ്റെ ചാനൽ ഇപ്പോൾ ലൈസ് ക്യാമറ ആക്ഷൻ ഈ പറയുന്ന ഉദയം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണോ വേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ നിയമം കൊണ്ടുവരണം. അതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആർക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുക്കാം. പക്ഷേ പോലീസ് അസോസിയേഷൻ എന്ത് കാര്യമൊന്നേ? നിങ്ങളാരാ അത് പറയാൻ? 2, സിനിമകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ടാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം. എന്തിന്? ഒരു പുല്ലും ആവശ്യമില്ല. എൻ്റെ ചാനലിന് വരുമാനമുണ്ടോ ഇല്ലേ, എത്ര രൂപയുണ്ട്, അതിൽ ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലേ, എൻ്റെ കയ്യിൽ കള്ളപ്പണം എത്ര ഉണ്ടെന്ന് അന്വേഷിക്കാൻ ഇന്ത്യയിൽ ഒരു ഏജൻസിക്ക് ആവശ്യമുള്ളൂ. അത് ഇൻകം ടാക്സ് ചേർക്കണം, അവരന്വേഷിച്ചോളൂ. നിങ്ങൾ GST എടുക്കാനൊന്നും GSTയുടെ പ്രൊമോഷനൊന്നും പോലീസ് അസോസിയേഷൻ എടുക്കണ്ട. അത് നിങ്ങൾ കൈ വെച്ചിരുന്നാൽ മതി എന്ന് ഞാൻ പറയും. ഇതെന്ത് പറ്റുമെന്നറിയോ? യൂട്യൂബർമാരെല്ലാം സംഘടിക്കും, ഒറ്റക്കെട്ടാവും. അതിൽ ഈ മറുനാടനടക്കം വലിയ ഒരുപാട് വ്യൂവേഴ്സുള്ള, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള ചാനലുകളും സംഘടിച്ചാൽ പറ്റുന്ന എന്താണെന്നറിയോ? നിങ്ങൾക്കെതിരെ നിരന്തരമായി കഥകളുണ്ടാക്കും. നിങ്ങൾക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് GSTയും ടാൻ നമ്പരും ഒന്നും അന്വേഷിച്ച് നടക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. 3, സ്ഥാപനത്തിൻ്റെ ലോഗോ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തത് മാറ്റ എന്ന് പറഞ്ഞ സംഘടനയുടെ ലോഗോ, ഇങ്ങനെയുള്ള ലോഗോ രജിസ്റ്റർ ചെയ്തു. ഞാനുള്ള കമ്മിറ്റിയാണല്ലോ രജിസ്റ്റർ ചെയ്ത് കൽക്കട്ടയിൽ കൊടുത്ത് എത്രയോ 1000 രൂപ മുടക്കി രജിസ്റ്റർ ചെയ്തു. ഇവിടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി ഗുണ്ടാപിരിവ് നടത്തുന്ന മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു പുലി ഉണ്ടായിരുന്നല്ലോ, അയാൾ ആ ലോഗോ എടുത്ത് പുല്ലുപോലെ ഉപയോഗിച്ചു. കൽക്കട്ടയിൽ മുടക്കിയ വക്കീലന്മാർ മുഖാന്തരമൊക്കെ കൊടുത്ത് ആയിരങ്ങളല്ല ലക്ഷങ്ങൾ മുടക്കിയെടുത്ത ഈ ട്രേഡ് മാർക്കിന് ഒരു പുല്ലും എല്ലാം കിട്ടിയില്ല. അവിടെയാണ് പോലീസ് അസോസിയേഷൻ പറയുകയാണ് സ്ഥാപനത്തിൻ്റെ ലോഗോ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആയത് ലഭ്യമാക്കാൻ 6 മാസം ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനൊക്കെ കൽക്കട്ടയിലൊക്കെ പോയി റെഡിയായി വരാൻ 6 മാസം എടുക്കുമെന്നുള്ളതുകൊണ്ട് അവരൊരു ഔദാര്യം തരേണ്ട. ഒരു 6 മാസം ഞങ്ങൾ ഔദാര്യം തരാം. പക്ഷേ നിങ്ങളെ ലോഗോ ഞാൻ കേട്ടു, ലൈസ് ക്യാമറ ആക്ഷൻ്റെ ലോഗോ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ലോഗോ രജിസ്റ്റർ ചെയ്തോ ഇല്ലെന്ന് യവന്മാരെന്തിനെ അറിയണം? ഈ പ്രൊഡ്യൂസർമാർ അവരുടെ ലോഗോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? വെറുതെയാണെന്നേ, പുകമറ സൃഷ്ടിക്കാൻ. ഇത് എന്താ അറിയാം പ്രശ്നം? ഇത് ഈ അവരുടെ അതിനകത്തിരിക്കുന്ന ചിലരുടെ സിനിമകൾ തല്ലിപ്പൊളി സിനിമയാണെന്ന് റിവ്യൂ ചെയ്തു അവരെ ഒതുക്കാൻ വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്സുകളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, പോലീസ് അസോസിയേഷൻ പറയുകയാണ് ഏത് യൂട്യൂബറുടെ ആയാലും ഇപ്പോൾ മറുനാടൻ്റെ ലോഗോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കണമെന്ന്. എന്ത് തേങ്ങയ്ക്ക്? സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റിൻ്റെ വിവരം നൽകണം. തന്നില്ലെങ്കിൽ തലവെട്ടിക്കളയോ? എനിക്ക് മനസ്സിലാവണില്ല ഇതെന്താണ്, ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 5, സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായ പ്രൊഫൈൽ നൽകണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര സ്റ്റാഫുണ്ട്, അതിൽ കല്യാണം കഴിച്ചത് എത്ര, ആണെത്ര പെണ്ണെത്ര, കുട്ടികളെത്ര, വാടക കെട്ടിടത്തിലാണോ സ്വന്തം കെട്ടിടത്തിലാണോ, മാസം എത്ര വരുമാനം, ആർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നു, ടാക്സ് ഈ വർഷത്തെ അടച്ചോ? എടാ നീ ആരുടെ ഇതൊക്കെ ചോദിക്കാൻ? ആരാ? എന്തിനാണ് ഇവരെ കാര്യം നോക്കിയാൽ പോരുന്നേ? വല്ലവരുടെയും കാര്യങ്ങളിലൊക്കെ കയറി എന്തിനാണ് ഈ പ്രൊഡ്യൂസേഴ്സ്? വേറെ പണിയൊന്നും കാണില്ലെന്നേ, അതാണ് പ്രശ്നം. എന്നിട്ട് 5 തന്നെ എഴുതിയിട്ടുണ്ട്, കമ്പനിയുടെ സ്വഭാവം, പ്രൊപ്പറേറ്റർ, പാർട്ട്ണർ, ഡയറക്ടർ എന്നിവരുടെ വിശദാംശങ്ങൾ കൊടുക്കണമെന്നു. അല്ലെങ്കിൽ കുളമാക്കി കളയോ വരും, കുളമാക്കി കളയും. ഇപ്പം ഞാൻ കേട്ടെ എല്ലാ ന്യൂസ് ചാനലുകൾക്കും ഇതുണ്ടല്ലോ, യൂട്യൂബ് ഉണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബ് കൊണ്ടാണല്ലോ ഇപ്പോഴത്തെ വലിയ ചാനലുകളെല്ലാം രക്ഷപ്പെടുന്നത്. മാസം 10, 20, 25 ലക്ഷം രൂപ കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ചാനലുകൾ നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഇത് പലർക്കും അറിയില്ല. അത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഷീണ്ടൻ നായരെ പോലുള്ള ഒരാളെ കാണുമ്പോൾ ചോദിച്ചു നോക്കും, അദ്ദേഹം പറയും ദൈവദൂതനെ പോലെ യൂട്യൂബ് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ചാനൽ പിടിച്ചിരിക്കണമെന്ന് പറയും. കാരണം 1 കോടി രൂപയോളം ഫ്ലവേഴ്സിനും 24-നും കൂടെ വരുമാനം ഉണ്ടെന്ന് പറയും. പക്ഷേ ആ 24-ൻ്റെ യൂട്യൂബ് ചാനലിന് പ്രൊപ്പറേറ്റർ ആര്, പാർട്ട്ണർമാരുണ്ടോ, ഡയറക്ടർമാരൊക്കെ എന്നൊക്കെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഷീണ്ടൻ നായർ ഒരു പോടാവില്ല ഇതിൻ്റെ വിളിക്കുന്നല്ലേ പറയും. അങ്ങനെയല്ലേ പറയാവൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാവൂ. നീ പോടാ എൻ്റെ വിലയ്ക്ക്. നീ എടുത്ത പടത്തിന് മുടക്കിയിരിക്കുന്ന പൈസ, വൈറ്റ് മണിയും ബ്ലാക്ക് മണിയും ആയിട്ട് നീ മുടക്കിയിരിക്കുന്ന പൈസ നിൻ്റെതാണോ, നിൻ്റെ അച്ഛയുടെ വസ്തുവകകൾ പണയം വെച്ചതാണോ, നിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ നിന്ന് കടം വാങ്ങിച്ചതാണോ, അല്ലെങ്കിൽ ഇവിടെ ചിലർ കാണിക്കുന്നത് പോലെ 5, 6 കോടി രൂപ വാങ്ങിച്ചിട്ട് നീ വല്ലവനും വലിപ്പിച്ചിട്ട് നടക്കുകയാണെന്ന് നമ്മളെന്തിനു അറിയണം? നിങ്ങളറിഞ്ഞാൽ പോരെ. തിരിച്ച് ചോദിച്ചാൽ അവരൊക്കെ പറയുമോ ഞങ്ങൾക്ക് പൈസയുടെ സോഴ്സ് എവിടെ നിന്നാണെന്ന്? അവരുടെ പറയണമെന്ന് കമ്പനിയുടെ സ്വഭാവം, പ്രൊപ്പറേറ്റർ, പാർട്ട്ണർ, ഡയറക്ടർമാർ ആരൊക്കെയെന്ന് അറിയിക്കുന്നത്. സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത PR-യുടെ കവറിംഗ് ലെറ്റർ വേണം, ഹാജരാക്കണം. AS ദിനേശിനൊക്കെ ഇന്ന് നല്ല വിലയായിരിക്കും. AS ദിനേശിൻ്റെയൊക്കെ കവറിംഗ് ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പ്രൊഡ്യൂസേഴ്സ്
അംഗീകരിക്കുകയുള്ളൂ. 6, ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഒരു കമ്പനി ഫാമിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ തരണം. ഇപ്പോൾ മറുനാടന് തന്നെ 10-15 ചാനലുണ്ട്. അതുപോലെ വേറൊരു ചാനലുണ്ട് ഇവിടെ, പേര് മറന്നു. ആ ചാനലിലൊക്കെ 10-40 ചാനലുണ്ടെന്നേ. അപ്പോൾ നിങ്ങൾ സിനിമയെക്കുറിച്ച് ഒരു സാധനം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്കുള്ള ചാനലുകളുടെ മുഴുവൻ ഡീറ്റെയിലും കൊടുക്കണമെന്നാണ് പറയുന്നത്. മേൽ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ അടങ്ങിയ അപേക്ഷ 2024 ജൂലൈ 20 കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ എല്ലാ യൂട്യൂബർമാരുടെയും തല കൊയ്യുന്നതാണെന്നും കൂടെ എഴുതാമായിരുന്നു. ഈ കടലാസിൻ്റെ വില ആരെങ്കിലും കൊടുക്കുമോ? ഏതെങ്കിലും ഒരു യൂട്യൂബർ കൊടുക്കുമോ? ഇപ്പോൾ അമ്മയുടെ പ്രോഗ്രാമൊക്കെ എടുത്ത ഒരാളുണ്ടല്ലോ, എന്തോ അയാളുടെ എല്ലാം ഈ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ പേരുകൾ മറന്നു പോകും. അയാൾ കൊടുക്കുമോ? എല്ലാ ഡീറ്റെയിലും കൊണ്ടുവന്നു. ചിലപ്പോൾ അയാൾ കൊടുക്കുമായിരിക്കും, വേറെ ആരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഈ വിഷയം താങ്കളുടെ സംഘടനയുടെ കീഴിലുള്ള യൂണിയനുകളെ അറിയിച്ച് ബന്ധപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളെയും അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തായ ജനറൽ സെക്രട്ടറി രാഗേഷാണ് ഒപ്പിട്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, പ്രസിഡൻ്റായ ആൻഡോ ജോസഫ് ആയാലും വൈസ് പ്രസിഡൻ്റായ സിയാദ് കോക്കറും സുരേഷ് കുമാറും ആയാലും സെക്രട്ടറിയായ രാഗേഷ് ആയാലും ജോയിൻറ്റ് സെക്രട്ടറിയായ സന്ദീപ് സേനും NP സുബൈറുമായാലും ട്രഷററായ ലിസ്റ്റൺ സ്റ്റീഫൺ ആയാലും ഇങ്ങനെയൊന്നും സമയം കളയരുതേ എന്നാണ് നിങ്ങളുടെ പറയാനുള്ളത്. നമ്മൾ പിന്നെ ഈ സുരേഷ് ഏട്ടൻ്റെയൊക്കെ പറയാൻ പോയാൽ നല്ല അർത്ഥത്തിൽ എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാത്തത്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത്, സുരേഷ് ഏട്ടൻ എന്ത് പറ്റി നിങ്ങളെ സംഘടനയ്ക്കെന്ന് ചോദിച്ചത്. കാരണം അങ്ങേരൊന്നും ഇങ്ങനത്തെ വങ്കത്തനം ചെയ്യുന്ന ആളല്ലെന്നേ. ഇത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കോക്കറുടെ തലയിലാവാൻ ചിലപ്പം. കാരണം കോക്കറുടെ മകൾ പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തെപ്പറ്റി മോശമായിട്ട് എന്തോ എഴുതിയെന്ന് പറഞ്ഞാണല്ലോ ഇപ്പോൾ വലിയ വിവാദം നടക്കുന്നത്. അശോക് കോക്കിനെ തീർത്തളയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവർ പറഞ്ഞു. കാശ് മുടക്കുന്നതിൻ്റെ ഒരു വിഷമമാണ്. പക്ഷേ നല്ല പടങ്ങളാണെങ്കിൽ ആർക്കും ഒരു ചുക്കും ചെയ്യാവൂല്ലെന്നേ. ഇപ്പം തന്നെ നിങ്ങൾ സിനിമാക്കാർക്ക് തലയിൽ മുണ്ടിടാതെ നടക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉമർ ലുലു എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ടല്ലോ, സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ അദ്ദേഹം ഒരുപാട് വാചകങ്ങളൊക്കെ അടിക്കുന്ന ആളാണ്. അയാൾ MDMA എന്ന് പറഞ്ഞ ലഹരി നാക്കിനടിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണെന്ന് പറഞ്ഞു. പക്ഷേ അത് കലർത്താൻ പാനീയത്തിലെന്ന് എനിക്ക് ഇപ്പോൾ ഈ പരാതി കണ്ടപ്പോഴാണ് മനസ്സിലായത്. MDMA കലർത്തിയ പാനീയം നൽകി മയക്കി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഏതോ ഒരു നടി, ഏതോ ഒരു സംവിധായകൻ ഉമർ ലുലുവിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. വിവാഹിതനാണെന്ന് മറച്ചു വച്ച് വിവാഹ വാഗ്ദാനം നൽകിയും അവസരം നൽകാമെന്ന് പറഞ്ഞുമാണത്രേ വർഷക്കണക്കിന് പീഡിപ്പിച്ചത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ നാണക്കേടാണ് ഞാൻ ആലോചിക്കുന്നത്. പെൺവർഗത്തിന് തന്നെ ഇതൊക്കെ നാണക്കേടാണെന്നേ. നമ്മൾ പറഞ്ഞ ഉടൻ പറയും, ശരി വനിതാ കമ്മീഷനിൽ ഒരു പരാതി പോട്ടെ, ഇയാളുടെ പേരിലൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതാണെന്ന് പറയും. അതാണ് ഇപ്പോൾ പെണ്ണുങ്ങളെ പറ്റി ഒരു അക്ഷരം കേരളത്തിൽ പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണല്ലോ. മാന്യമായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് ഈ നാട്ടിൽ. ഇപ്പം ബിരിയാണി പോലുള്ള സിനിമകളിൽ ന്യൂഡായിട്ട് അഭിനയിക്കാൻ തയ്യാറായ കനി കുസൃതിയോട് ബഹുമാനമുള്ള ആളാണ് എനിക്ക്. ഞാൻ അവരെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തല്ലോ. എനിക്ക് കനിയെ ഇഷ്ടമാണ്. കനി കുസൃതി എന്ന് പറഞ്ഞ ആ കുസൃതിയെ എനിക്കിഷ്ടമാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല അച്ഛൻ്റെയും ഒരു നല്ല അമ്മയുടെയും മകളല്ലേ, നല്ല ബ്രില്യൻ്റായ കുട്ടിയല്ലേ. എനിക്ക് അവളുടെയൊക്കെ ബഹുമാനമുള്ള ആളാണ്. എനിക്ക് കനിയെ വെച്ച് ചെയ്യാവുന്ന ഒരു വേഷം കിട്ടിയ, ഒരു സബ്ജക്റ്റ് കിട്ടിയ, ഒരു പ്രൊഡ്യൂസറും കിട്ടിയ ഞാൻ കനിയെ വെച്ച് പടം ചെയ്യും. കാരണം കനിയോടൊക്കെ എനിക്ക് ബഹുമാനമാണ്. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ഞാനും ഭാര്യയും മോനും കൂടെ പോയി ഉള്ളൊരുക്കം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഞാൻ എപ്പോഴും എതിർത്ത് സംസാരിക്കുന്ന പാർവതിയും ഉർവശിയും എത്ര മനോഹരമായി അഭിനയിച്ചിരിക്കുന്നു. എന്ത് നല്ല പടം. ആളില്ല, ആൾ കുറവാണ്. അപ്പുറത്ത് കൽക്കി എന്നൊക്കെ പറഞ്ഞൊരു പടം ഓടുന്നു. അതിന് പാതിരാക്കി വരെ ഞങ്ങൾ ഈ ഉള്ളൊഴുക്കം കണ്ടിറങ്ങുമ്പോഴും അടുത്ത ഷോയ്ക്ക് രാത്രി 12 മണിക്കുള്ള ഷോയ്ക്ക് കൽക്കിക്കുന്ന ക്യൂ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആർക്ക് നല്ല സിനിമ വേണ്ട. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെ മൊത്തം അടച്ചഭിഷേപിക്കുന്നത് പറയരുത്. കാരണം വീണ്ടും പറയുന്നത് അഭംഗിയാണെങ്കിലും പറയണം. വെറും 32 വയസ്സുള്ളപ്പോൾ വിധവയായ ഒരു അമ്മയുടെ മകനാണ് ഞാൻ. ബന്ധുക്കൾ മുഴുവൻ, മോളെ നിൻ്റെ കുട്ടികളെ ഞങ്ങൾ നോക്കിക്കോളാം, നിനക്കൊരു ജീവിതം ആവശ്യമാണ്, നിനക്ക് പ്രായമൊന്നും ആയിട്ടില്ല, നീ ഒരു പുനർവിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ ഈ 2 കുട്ടികൾ, 3-യും 2-യും വയസ്സുള്ള 2 ആൺമക്കൾ മാത്രം എനിക്ക് എൻ്റെ ലോകം അതാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു അമ്മയുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് എനിക്ക് ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാൽ ഇതുവരെ 10-40 വർഷത്തിനിടയിൽ പുറപ്പാടിലൊക്കെ 400 പെൺകുട്ടികളുണ്ടായിരുന്നു, പല പ്രായത്തിലുള്ളവർ. ഞാനൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ എൻ്റെ സീരിയലുകളിൽ അഭിനയിക്കാൻ വരുന്നവരെ അമ്മയായും ചേച്ചിയായും അനിയത്തിയായും സുഹൃത്തായും മോളായും അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഈ കണ്ണിലൂടെ. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്. പെണ്ണുങ്ങൾ കുറേ കൂടെ മാന്യരാവണമെന്ന് ഞാൻ പറയും. ഞാനൊരു പെണ്ണിനോടും കണ്ണുകൊണ്ട് പോലും മോശത്തരം കാണിച്ചിട്ടില്ല.
സിനിമയിൽ ആരെങ്കിലും ഒരാൾ, എൻ്റെ ഒരു ശത്രു പറയട്ടെ, ശത്രു ചിലർ പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് മണക്കാട് ടൂറിസ്റ്റ് ഷോപ്പിൽ ഒരു തുണി കൊടുക്കാതെ ഞാൻ ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞ് ഈ തോപ്പിക്കാൻ നോക്കിയവരുണ്ട്. അവരും നാറേ ഉള്ളൂ, ഞാൻ നാറില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ള ഞാൻ പറയുന്നു, ഈ സ്ത്രീകൾ കുറച്ചുകൂടി മര്യാദക്കാരാവുക. നിങ്ങൾക്ക് അവസരം കിട്ടാൻ വേണ്ടി ഏതവൻ്റെ കൂടിയും കിടന്നു കൊടുത്തിട്ട് അവൻ അടുത്തൊരു പടം എടുക്കുമ്പോൾ അതിൽ അവസരം തന്നില്ല എങ്കിൽ ഇവ എന്നെ ബലാത്സംഗം ചെയ്തതെന്ന് പറഞ്ഞ് പരാതിക്ക് പോകരുതെന്നേ. അവിടെ വെച്ച് ഗുഡ് നൈറ്റ് പറയൂ, ഗുഡ് ബൈ, ഇവിടെ തീർന്നു കേട്ടോ നമ്മൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയണ്ടേ. ഇപ്പോൾ ഇവിടെ ഒരു എയ്ഡ്സ് പിടിച്ച് നടക്കുന്നത് പോലെ ഒരു ഓന്താൻ ഇപ്പോൾ ഒരു മെലിഞ്ഞ് ഇങ്ങനെ ആയി ഒരു സംഗീത സംവിധായകൻ. ഒരു ഭാര്യയും 2 മക്കളുമായിട്ട് അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വണ്ടിയിൽ അനാവശ്യമായി ഒരുപാട് കാശ് വന്ന് കയറിയപ്പോൾ അവർ കാസിനോ കളിക്കാൻ ശ്രമിക്കുകയും ആദ്യം ഒരുത്തിയെ പ്രേമിച്ചു, അവളുമായിട്ട് പൊറുതി തുടങ്ങി. അവൾ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ ഭർത്താവും മാതൃകാ ഭാര്യയും ഞങ്ങളാണെന്ന് പറഞ്ഞ് ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കാതെ ബെഡ്റൂമിൽ കാണിക്കേണ്ട എല്ലാം ക്യാമറയുടെ ഫ്രണ്ടിൽ 2 എണ്ണം കൂടെ കാണിച്ച് ആ മാന്യയായ യുവതി അവർ 2 മക്കളെയും കൊണ്ട് പോയി. യവൻ്റെ അമ്മേരെ വിധി, യവൻ അവളുമായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് പോയി. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയുന്നു അവളെ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ ഒരു പെൺകുട്ടിയുള്ള തള്ള യവനെ ഒട്ടുന്നു, മറ്റേ അവളെ കളയുന്നു. എവള് പിന്നെ ഭയങ്കര പ്രേമം, എവളെ കുട്ടി, എവളെ അനിയത്തി എല്ലാം കൂടെ യവനെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് കിട്ടിയ വരദാനമാണ് ഈ കാമദേവൻ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് നടക്കുന്നു. കുറേ ദിവസം കഴിയുമ്പോൾ അവളെ കളയുന്നു, അടുത്ത ആൾ. അതായത് കേരളത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരു 10-50 ലക്ഷം രൂപ കൊടുത്താൽ ഏവൻ്റെ കൂടെയും കിടക്കാൻ തയ്യാറാവുന്ന കുറേ കൂതറകളുണ്ടെന്നേ സിനിമയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജാനകിയമ്മ മുതൽ, അല്ലെങ്കിൽ പി സുശീലാമ്മ മുതൽ, പി ലീല മുതൽ, ചിത്രയും നമ്മുടെ സുജാതയും അടക്കം എത്രയോ കുടുംബിനികളായ സ്ത്രീകൾ പിന്നണി ഗാനരംഗത്ത് പാടിയിരുന്ന നാട്ടിൽ ഇപ്പോൾ കുറേ കൂതറകൾ ഇറങ്ങി യവൻ്റെ എന്താ പറയുക കാമം തീർക്കാനായിട്ട് നടക്കുക. എന്നിട്ട് ഒരു 50 ലക്ഷം 1 കോടിയോ വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു നല്ല വീടും വെച്ച് തുണിയും മണിയും ഇല്ലാത്ത കുറേ ഫോട്ടോ എടുത്തിട്ട് അവനെ കുറേ തെറി വിളിച്ചടക്കുക. അവൻ പുല്ല് പോലും വായിക്കുന്നില്ല. അവന് ഇവിടെ നിയമപരിരക്ഷയുണ്ട്. അവന് പ്രായപൂർത്തിയാർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞ എവനെയൊന്നും ഒരു സിനിമയിലും വയ്ക്കില്ലെന്ന്. നല്ല തന്തയ്ക്ക് പറഞ്ഞ സിനിമാക്കാരാണെങ്കിൽ ഈ പറയുന്ന ഈ കാമ ഭ്രാന്ത് പിടിച്ച് കിടക്കുന്നത് എവനെ വെച്ച് ഇനി ഒരു പാട്ട് ചെയ്യിക്കരുത്. പക്ഷേ എവനെ പോലുള്ള എംബോക്കികളാണ് സിനിമയ്ക്ക് ആവശ്യം. അവൻ ഇപ്പോൾ 4-ാമത്തെ 5-ാമത്തെ ഒരുത്തിയായിട്ട് യൂട്യൂബിൽ അവളുമായിട്ടുള്ള കാമകേളുകൾ തെക്കുറിച്ച് മാമ ഉണ്ടായിരുന്നെങ്കിൽ നല്ല വരികൾ പറഞ്ഞു തന്നെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെയാണ് സിനിമാ രംഗത്തുള്ളവർ ആദ്യം ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ വേണം നിർത്തിവെക്കാൻ. വിവാഹിതനാണെന്ന് മറച്ചു വെച്ചെന്ന് 2 വർഷം പൊറുതിയായിട്ട് ഇവർക്ക് മനസ്സിലായില്ല ഒമർ ലുലു വിവാഹിതനാണെന്ന്. പിന്നെ അടുത്ത പടത്തിന് അവസരം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കിടക്കും? അന്തസ്സുള്ളവർ കിടക്കില്ല. താൻ എനിക്ക് ഒരു അവസരം തന്നാൽ എനിക്ക് ഇത്ര രൂപ പ്രതിഫലം തരണമെന്ന് പറഞ്ഞാൽ പ്രതിഫലം തരാക്കില്ല. നീ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നില്ലേ, നിനക്ക് വേഷം തരാം എന്ന് പറഞ്ഞാൽ ശരി, എനിക്ക് പ്രതിഫലം വേണ്ട. പക്ഷേ ആ അഭിനയത്തോടെ അവസാനിപ്പിക്കണമെന്നേക്കെ പറ്റുമൊക്കെ. അതിന് പകരം അവസരം തരാമെന്ന് പറഞ്ഞാൽ കൂടെ കിടക്കുക, എന്നിട്ട് അവസരം തന്നില്ലെങ്കിൽ കൊണ്ടുവന്ന് കോടതി കേസ് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഈ 2 വർഷം സുഹൃത്തുക്കളായിരുന്നവരല്ലേ, അവൻ്റെ ജാമ്യം നിഷേധിച്ച് അവനെ പിടിച്ച് അകത്തിടുന്നതാണ് പറയുന്നത്. ഈ ഒമർ ലുലുവിന് കിടക്കണമെങ്കിൽ കിടക്കട്ടെ, അത് വേറെ പ്രശ്നം. അല്ലെങ്കിൽ അവളോട് പറഞ്ഞിരുന്ന നിബന്ധനകൾ വയലേറ്റ് ചെയ്തെങ്കിൽ അകത്ത് കിടക്കാൻ യോഗ്യനാണെന്ന് ഞാൻ പറയും. പക്ഷേ സിനിമാക്കാർക്ക് നാണക്കേടാണെന്നേ. പത്രങ്ങൾ ഏതെടുത്ത് നോക്കിയാലും ഇതൊക്കെയല്ലേ കേസുകൾ വരണേ. സിനിമാ ചർച്ചയ്ക്ക് വീട്ടിൽ വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കലക്കി നൽകിയാണെന്ന് എന്നെ പീഡിപ്പിച്ചു. ചുമ്മായെ വെറും നുണയാണെന്ന് ജഡ്ജിക്ക് അറിയാമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മയക്കുമരുന്നിന് എന്താ പറയുക, അടിമയാണ് ഉമർ ലുലു എന്ന്. എങ്കിൽ പിന്നെ ഈ 2 വർഷം പുറത്തേക്ക് പോയി എന്തിനെന്നേ. അവനൊരു മയക്കുമരുന്നിൻ്റെ സാഡിസ്റ്റും ഒക്കെ ആണെന്ന് വെച്ചോ, സെക്സിൽ ഭയങ്കര കുഴപ്പക്കാരനും ഒക്കെ ആണെന്ന് വെച്ചോ, 1-2 പുറത്ത് കഴിയുമ്പോൾ മതിയാക്കണ്ടേ. ഇത് അവൻ്റെ കൂടെ 2 വർഷം ജീവിച്ചിട്ട് അവൻ അടുത്ത പടം എടുക്കുമ്പോൾ ഞാനല്ല നായിക എന്നറിയുമ്പോഴേ അവനാണെങ്കിൽ ഇവളെ മടുത്ത് കാണും. 2 വർഷം കൂടെ കിടക്കുകയല്ലേ, അപ്പം മടുത്ത് കാണും. ജാമ്യം കൊടുത്താൽ വലിയ സ്വാധീനമുള്ള പ്രതി സാക്ഷികളെ സ്വാധീനിക്കും എന്നാണ് പറഞ്ഞത്. ഏത് സാക്ഷികളെ? ഇത് ഓപ്പൺ സ്റ്റൈലാണ് കിടക്കണേ. 2 കൂടെ 2022 തൻ്റെ ഒപ്പം അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച് ഉഭയസമ്മത പ്രകാരം ജീവിക്കായിരുന്നു, അല്ലാതെ ബലാത്കാരമായിരുന്നില്ല എന്ന് ഉമർ ലുലു കോടതിയിൽ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നാണക്കേട് എന്ന് ഞാൻ പറയും. ഫെഫ്കയുടെ നിലപാട് എന്താ ഉമർ ലുലുവിൻ്റെ കാര്യത്തിൽ? ഉണ്ണികൃഷ്ണൻ പറയണ്ടേ? ഉണ്ണികൃഷ്ണൻ എന്ന് പറയണ്ട അല്ലേ? ഇപ്പോൾ എൻ്റെ പേര് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് പറയണ്ട. ഫെഫ്കയുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ അംഗമായ ഒമർ ലുലു എന്ന് പറഞ്ഞ സംവിധായകനെക്കുറിച്ച് പരസ്യമായി ഒരു പെണ്ണ് 2 വർഷക്കാലം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ആ കേസിൻ്റെ വലിയ വാർത്തകൾ വരുമ്പോൾ ഫെഫ്കയ്ക്ക് ഒരു നിലപാട് വേണ്ടേ? അതോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്ന ഈ പേപ്പർ, ഈ പുല്ല് വില പോലും ഇല്ലാത്ത പേപ്പറിനാണോ മറുപടി പറയണ്ടേ?
അമ്മയുടെ നിലപാടെന്താ പറയണ്ടേ? പുതിയ പ്രസിഡന്റ്, പുതിയ ജനറൽ സെക്രട്ടറി മറുപടി പറയണം. ഈ നടി അമ്മയിൽ മെമ്പറാണെന്ന് എനിക്കറിയില്ല. ബലാത്കാരത്തിന് നിന്നു കൊടുത്ത നടി 2 വർഷം ബലാത്കാരത്തിന് നിന്നു കൊടുക്കുകയും അത് കഴിഞ്ഞപ്പോൾ അവസരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കേസ് കൊടുക്കുകയും ചെയ്തവരെ കുറിച്ച് അമ്മയുടെ നിലപാട് പറ. ഇതൊരു നാറ്റ കേസല്ലേ? സിനിമാ സംഘടനകൾക്ക് എന്താ അത് മനസ്സിലാവാത്തത്? പ്രൊഡ്യൂസേഴ്സിനും ഫെഫ്കയ്ക്കും അമ്മയ്ക്കും ഒക്കെ നാണക്കേടല്ലേ ഇത്? അന്തസ്സായി സിനിമ എടുക്കുന്ന എത്രയോ പേരുള്ള നാടല്ലേ? പ്രൊഡ്യൂസർമാരെ തന്നെ എടുത്തു നോക്കൂ. ഒരു നടി നിർമ്മാതാവായ എൻ്റെ അംബാസഡർ കാറിൽ കയറി എന്നുള്ള ഒറ്റ പേരിൽ ആ അംബാസഡർ കാർ പിറ്റേ ദിവസം വിറ്റ് കളഞ്ഞ നിർമ്മാതാവ് ജീവിച്ച നാടാണെന്ന് കേരളം. ഞാൻ നിർമ്മാതാവിൻ്റെ പേര് പറയുന്നില്ല, അപ്പം നിങ്ങൾ നടിയെ പിടിച്ചളയും. നിർമ്മാതാവ് ലൊക്കേഷനിൽ നിന്ന് പോകാനായിട്ട് കാറിൽ കയറാൻ പോകുമ്പോൾ ഞാനും കൂടി വരുന്നു സാർ എന്ന് പറഞ്ഞാൽ ആ കാറിൽ കയറി. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയി ഇറങ്ങിയിട്ട് കാർ ഇങ്ങ് തിരിച്ചു വിട്ടാൽ മതി. അദ്ദേഹം വേറൊരു കാർ പിടിച്ച് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം തന്നെ ആ കാർ വിറ്റ് കളഞ്ഞു. ആ നടി കയറിയ കാർ വിറ്റ് കളഞ്ഞു. അത്രയും മാന്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് 7 കോടി വാങ്ങിയിട്ട് 40% ലാഭം അടക്കം തരാമെന്ന് പറഞ്ഞ് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന അച്ഛനും മോനും മാനേരും എല്ലാം കൂടെ പറ്റിച്ചിപ്പോൾ ഒരു കേസായി കിടക്കുകയില്ലേ? വേദനിക്കുന്ന കോടീശ്വരന്മാരായിപ്പോയില്ലേ? എന്തു പറയുന്നു? 100 കോടി 200 കോടി 500 കോടി 1000 കോടിയൊക്കെ ഞങ്ങൾക്ക് വരുമാനം വന്നു എന്ന് പറയും. ഇന്ത്യ മുഴുവൻ കൊണ്ട് ഞങ്ങൾ കോടികൾ വാരിയെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കടം വാങ്ങിച്ച 7 കോടിയോ അതിൻ്റെ 40% ലാഭവിഹിതമോ കൊടുക്കാതെ അച്ഛനും മോനും മാനേരും എല്ലാം കൂടെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അത് സിനിമയ്ക്ക് നാണക്കേടല്ലേ? സിനിമാക്കാർക്ക് നാണക്കേടല്ലേ ഈ നിർമ്മാതാക്കൾ ചെയ്തത്? നിർമ്മാതാക്കൾ മറുപടി പറയണ്ടേ? ഇപ്പോഴറിയുന്നു RDX എന്ന് പറഞ്ഞാൽ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. RDXൻ്റെ നായകൻ ആ സെറ്റി കാണിച്ച പേക്കൂത്തുകളെ കുറിച്ച്. പക്ഷേ പടം ഓണത്തിന് ഭയങ്കരമായിട്ട് കോടികൾ വാരിയ പടമാണ്. അപ്പോൾ RDXൻ്റെ നിർമ്മാതാക്കളായ സോഫിയ പോളും ജെയിംസ് പോളും ചേർന്ന് തൃപ്പൂണിത്തുറക്കാരി അഞ്ജന എബ്രഹാം എന്ന് പറഞ്ഞ പരാതിക്കാരിയിൽ നിന്ന് 6 കോടി രൂപ വാങ്ങിച്ചു. 30%, മറ്റേത് 40%. അതായത് മഞ്ഞുമൽ ബോയ്സ് ഇത് 30% കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് അവരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുന്നു. എന്താ ഈ പറയുന്ന നിർമ്മാണ സംഘടനയ്ക്ക് നാണക്കേടല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിലൊക്കെ മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് എന്താ പറയുക, കോടികളുടെ പിൻബലമുണ്ട്, ഞങ്ങൾക്ക് ഭരണക്കാരുടെ പിടിപാടുണ്ട്, അതിനാൽ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണോ നിങ്ങളുടെ നയം? പറയണം. നിർമ്മാണ സംഘടനയ്ക്ക് ഈ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവന്മാരെ പറ്റി പറയാനുള്ള അവകാശം ഉണ്ടെന്നേ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞാനൊരു പടം എന്തായാലും ഉടനെ നടക്കില്ല. ഞാനൊരു പടം എടുക്കും, ആരെങ്കിലും വിശ്വസിച്ച് ഇത് ഫസ്റ്റ് കോപ്പി ആകുമ്പോൾ നിങ്ങളുടെ പൈസ ഞങ്ങൾ സാറ്റലൈറ്റ് OTT എവിടെയെങ്കിലും വിറ്റ് പണ്ടാടങ്ങി തരാം, ഒരു 50 ലക്ഷം രൂപ സഹായിക്കണം എന്ന് ആർക്കെങ്കിലും മലയാള സിനിമയിൽ ആർക്കെങ്കിലും കൊടുക്കും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ആരിൽ നിന്നെല്ലാം കാശ് വാങ്ങി. ഉണ്ണികൃഷ്ണൻ ഒരുപാട് പൈസ മറിച്ച് സിനിമ ചെയ്തിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അതെന്നോട് എൻ്റെ ഒരാൾ സംസാരിച്ചു, ചേർത്തലുള്ള ഒരാൾ സംസാരിച്ചു, വളരെ മാന്യമായിട്ട് എൻ്റെ പൈസ സെറ്റിൽ ചെയ്തു. ഞാൻ കേട്ടെ ഉണ്ണികൃഷ്ണൻ അടുത്തൊരു പടം എടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ പൈസ വെച്ച് ആരെങ്കിലും തരുമോ? ഉണ്ണികൃഷ്ണ തരുമോ? സിയാദ് കോക്കറെ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. എന്താ നിങ്ങൾ അതിനൊക്കെ നടപടി എടുക്കാത്തത്? വിശ്വാസവഞ്ചന കുറ്റം കാണിച്ച ഈ നിർമ്മാതാക്കളെ, ഈ സോഫിയ പോൾ ആയാലും ശരി, മറ്റേ ബാബു ഷാഹിർ ആയാലും ശരി, അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞേ തെണ്ടിത്തരമല്ലേ നിങ്ങൾ കാണിക്കണേ? നിങ്ങളെ വിശ്വസിച്ച് 7 കോടി രൂപ 40% ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് നിങ്ങളെന്താ പൈസ കൊടുക്കാത്തത്? 10-200 കോടി കിട്ടിയെന്നല്ലേ നിങ്ങൾ പറയുന്നത്? പറച്ചിലേ ഉള്ളെന്നേ, കിട്ടിക്കാണില്ല. അതുപോലെ സോഫിയ പോളിനെ വിളിച്ച് ചോദിക്കണ്ടേ? ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സിദ്ദീഖിൻ്റെ മകൻ മരിച്ചിടത്ത് മാത്രമാണോ യൂട്യൂബർമാരെന്ന് പറഞ്ഞ വെട്ടിക്കിളികളുടെ അഭ്യാസം എന്നെന്താ പ്രൊഡ്യൂസർമാർ ആലോചിക്കാത്തത്? സിദ്ദീഖിന് എന്താ കൊമ്പുണ്ടോ? ഇല്ല. മമ്മൂട്ടിയുടെ അമ്മ മരിച്ചാലും മാമുക്കോയും ഇന്നസെൻറ്റും മരിച്ചാലും വിളിക്കാത്തടത്ത് സദ്യ ഉണ്ണാൻ പോകുന്ന ഈ വെട്ടിക്കിളികൾ കാണിക്കുന്ന പോക്കൃത്തരം കലുഷിതമായ കലാപരിപാടികളാണ് സ്ഥിരമായി എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള സത്യമാണ്. ക്യാമറ ഉള്ളിടത്താണെങ്കിൽ അവന്മാരെല്ലാം വരും. ആൾ സ്വാധീനമുള്ള ഒരാൾ സിനിമാക്കാരൻ മരിച്ചാൽ ഈ വെട്ടിക്കിളികളെല്ലാം വരും. തിരുവനന്തപുരത്തു നിന്നൊക്കെ പോയി പറ്റി കിടപ്പുണ്ട് എറണാകുളത്ത്. സിദ്ദീഖിൻ്റെ വീട്ടിൽ അവന്മാരെ കയറ്റിയില്ലല്ലോ, റോഡിലല്ലേ കലാപരിപാടി നടത്തുന്നത്. അപ്പോൾ റോഡിൽ തടയാൻ ആർക്കാ നിയമമുള്ളത്? ഒരാൾക്കും നിയമമില്ല. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവണമെങ്കിൽ പോലീസുകാർക്ക് നോക്കാം എന്നുള്ളതല്ലാതെ റോഡിൽ വന്നിറങ്ങി പോകുന്നവരെയൊന്നും ആർക്കും ഒന്നും ചെയ്യാക്കില്ല. ഇവിടെ മറ്റൊരു അസുഖം കൂടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആരെങ്കിലും മരിച്ചു എന്നുള്ളൊരു ചൂട് വാർത്ത കേട്ടാൽ മതി, സ്ഥിരം വേഷങ്ങളും ഇട്ട് ദുഃഖിതരായി എന്തൊരു സങ്കടം എന്ന് പറയുക മുഖത്ത്. അത് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് കാണിച്ചിരുന്നെങ്കിൽ ഉർവശി അവാർഡ് കിട്ടിയെന്ന്. എന്തോ പെർഫോമൻസ് എന്നറിയാം. കരച്ചിലും പിടിച്ചിലും കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും സങ്കടം കൊണ്ട്. ഇത് അമ്മക്കാരെ കൊണ്ട് നിയന്ത്രിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥിരം നടികളുണ്ട്. ചാവടിയന്തിരത്തിന് പോകുന്ന സ്ഥിരം കുറേ പേരുണ്ട് എറണാകുളത്ത്. അതിന് പറ്റിയ ഡ്രസ്സുകളിട്ട് വരുമ്പോൾ അമ്മക്കാർ അവരോട് പറയണം, ദയവ് ചെയ്ത്
ഇങ്ങനെ സ്ഥിരം കലാപരിപാടി കാണിക്കരുത്. കാരണം നിൻ്റെ അമ്മയോ നിൻ്റെ സഹോദരിയോ നിൻ്റെ അച്ഛനോ നിൻ്റെ ഭർത്താവോ അല്ലല്ലോ ചത്തത്. ഇത്രയും എക്സ്പ്രഷൻ മുഖത്തിടണ്ട എന്ന് പറയണം. ഇവറ്റുകൾ വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വെട്ടിക്കിളികൾ ഓടി വരുന്നതെന്നുള്ള സത്യം. അല്ലാതെ ഒരു സിനിമാക്കാരൻ മരിച്ച ആരന്വേഷിച്ച് ചെല്ലാനെന്നേ. ഒരു സാധാരണക്കാരൻ മരിച്ചാൽ ഒരുത്തിനും ചെല്ലാന്ന്. ഇപ്പോൾ കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ച നിർമ്മാതാവിൻ്റെ മകനും കബഡി കബഡി എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംവിധായകനുമായിരുന്നു സുധീർ ബോസ് മെനങ്ങാന്ന് ഇവിടെ തിരുവനന്തപുരത്ത് മരിച്ചു. ഏത് യൂട്യൂബർ ചെന്നു അവിടെ? ഏത് സിനിമാക്കാരൻ ചെന്നു? അപ്പോൾ സിനിമാക്കാരൻ ചെല്ലാത്തിടത്തൊന്നും യൂട്യൂബർ ചെല്ലില്ലെന്നേ. അതുകൊണ്ട് അതുപോലെ ഞാൻ കേട്ടെ, മമ്മൂട്ടിയുടെ അമ്മ മരിച്ചെടുത്ത് പോയി ഈ ഗേറ്റിൻ്റെ മുമ്പ് കിടന്ന് ബഹളമൊക്കെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി നല്ല പ്രായത്തിൽ മരിച്ചില്ലേ പാവം. പക്ഷേ എന്തുകൊണ്ട് അവിടെ ചെന്നില്ല? അവിടെ ക്യാമറയില്ല, ആളില്ല, ബഹളമില്ല, താരങ്ങളില്ല. സിദ്ദിഖിൻ്റെ മകൻ മരിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. 37 വർഷക്കാലം പൊന്നുപോലെ വളർത്തിയ സിദ്ദിഖിനില്ലാത്ത വിഷമം സിദ്ദിഖിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്നും കാണിക്കുന്നതാണ് ഈ വെട്ടുകിളികളെ അവിടേക്ക് വരുത്തുന്നത് എന്ന് ഞാൻ പറയും. സിദ്ദിഖിനില്ലാത്ത വിഷമം ഇവർക്കെന്താ? സിദ്ദിഖ് നിങ്ങൾ കണ്ടല്ലോ, ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ വിഷമം. അമ്മയുടെ യോഗത്തിൽ പോലും അയാൾ ഇരിക്കുന്നത് നല്ല ഓജസ്സോടെ ഇരിക്കുന്ന ആളല്ലേ. പക്ഷേ ആ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. കാരണം 37 വർഷം വളർത്തുക എന്ന് പറഞ്ഞ ഒരു മകനെ എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെ അയാൾ കടന്നു പോയപ്പോഴും ഈ മകനെ അയാൾ നോവിക്കാതെ വളർത്തിയില്ലേ. ക്യാമറ ഇല്ലാത്തടത്ത് എവളുമാരാരും പോവില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ സ്ഥിരം ഒരു പരിപാടിയുണ്ട്. ഭാരത് ഭവനിലോ വിജറ്റി ഹാളിലോ ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ്റെ മൃതദേഹം അവസാനമായിട്ട് വയ്ക്കുന്നെങ്കിൽ മാത്രം വരുന്ന കുറേ എണ്ണമുണ്ട്. മഞ്ഞ സാരി ഓറഞ്ച് സാരിയൊക്കെ കൊടുത്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ കിടന്ന് അഭ്യാസം കാണിക്കാൻ വരുന്ന കുറേ പേരുണ്ട്. സുധീർ ബോസുമാർ മരിച്ചാൽ ഒരുത്തരും വരില്ല. ഞാൻ എത്രയോ ഇടത്ത് പോയിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ, ഒരുപാട് നല്ല പടങ്ങൾക്ക് പാട്ടെഴുതിയ, മെർലാൻഡിൻ്റെ അയ്യപ്പനടക്കം ഒരുപാട് സീരിയലുകൾക്ക് തിരക്കഥ എഴുതിയ വെള്ളനാട് നാരായണൻ എന്ന് പറഞ്ഞ നാരായണ മാഷ് മരിച്ചപ്പോൾ വെള്ളനാടെന്ന് പറഞ്ഞ സ്ഥലം വരെ പോകാൻ മാക്റ്റിന്ന് പോലും ഒരാൾ വന്നില്ലെന്നേ. മാക്റ്റാരെ തിരുവനന്തപുരത്തുള്ള നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിനേശാ ഒരു റീത്ത് വാങ്ങിക്കൊണ്ട് വയ്ക്കണേ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല, താൻ പോകുന്ന എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ അത് ചെയ്തില്ല. ഞാനും എൻ്റെ മകനും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജീവനിയും കൂടെ കയറ്റി എൻ്റെ പൈസയിൽ, അത് അണ്ടർലൈനിട്ട് പറയാം, എൻ്റെ പൈസയിൽ പെട്രോൾ അടിച്ച് വെള്ളനാട് വരെ പോയി അദ്ദേഹത്തിൻ്റെ റീത്ത് വെച്ചു. ഞാനതെൻ്റെ കടമയായിട്ട് കരുതുന്ന ആളാണ്. ഇപ്പോഴും നമ്മളൊരു സംഘടനയിലും ഇല്ല എങ്കിലും എല്ലായിടത്തും ഞാൻ പോകുമല്ലോ. ഞാൻ റീത്ത് വെച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു സ്കൂട്ടറിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നു. മലയാളത്തിലെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ എഴുതിയ പൂച്ചൽ ഖാദർ സാർ ഒരു സ്കൂട്ടറിൽ, ലാംബി സ്കൂട്ടറിൻ്റെ പുറകെ ഇരുന്ന് വന്ന് ഇറങ്ങുന്നു. ഞാൻ ചോദിച്ചു, സാറ് തിരുവനന്തപുരത്ത് നിന്ന് സ്കൂട്ടറിലാണോ? നല്ലതിന് ഞാൻ ബസ്സിൽ വന്നു, വെള്ളനാട്ട് ഇറങ്ങി. വഴി ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കാമെന്ന്, അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. ഞാൻ ആ പൂച്ചൽ ഖാദർ സാറിനെ എൻ്റെ വണ്ടി കയറ്റി ആദ്യം അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടിറക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ഇത് ഒരു ക്യാമറയിലും വരില്ലല്ലോ, കാരണം അവിടെ വെള്ളനാട്ട് ഒരു ക്യാമറയും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ക്യാമറ വന്നാൽ മാത്രമേ ഇവരുടെയൊക്കെ അഭ്യാസം കാണിക്കൂ. പിന്നെ റിവ്യൂറർമാരെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇന്ത്യൻ 2 എന്ന് പറഞ്ഞൊരു പടം വരുന്നു. 800 കോടി രൂപ മുടക്കിയെടുക്കുന്ന സിനിമയല്ലേ. കമൽഹാസൻ എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായ കമൽഹാസൻ്റെ പടം വരുന്നതിൻ്റെ ട്രെയിലർ ഇറങ്ങി. ഞാൻ പറയുന്നത് അതിൻ്റെ നിർമ്മാതാക്കൾ ലേക്ക പിക്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. അവരൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലേ, ഒരു 100 കോടി രൂപയ്ക്ക് ഈ പറയുന്ന ഈ യൂട്യൂബർക്കെതിരെ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ട്രെയിലർ ഇറങ്ങിയപ്പോൾ ആ ട്രെയിലർ കണ്ടിട്ട് ഒരു എപ്പിസോഡ് അങ്ങ് ചെയ്തിരിക്കുകയാണ് ഒരുത്തൻ. അത് 10 ലക്ഷം പേരെന്തോ കണ്ടു. കമൽഹാസൻ കളവനായി പോയെന്നാണ് അവൻ കണ്ടുപിടിച്ചത്. അതിൽ അദ്ദേഹം സേനാപതി എന്ന് പറയുന്ന വയസ്സായ ക്യാരക്ടറാണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് കമൽഹാസന് നല്ല ചെറുപ്പമുണ്ടായിരുന്നു. ഇന്ത്യൻ 2 ചെയ്യുമ്പോഴേക്കും അയാൾ കിളവനായി. അതുകൊണ്ട് തന്നെ ഈ പടം ബാക്കിയുള്ളതായിരിക്കും, പടം ഓടില്ല എന്ന് അവൻ പ്രഖ്യാപിക്കാൻ ട്രെയിലർ കണ്ടിട്ട് യവനെപ്പോലുള്ള സാമൂഹ്യ ദ്രോഹികളെ നിലയ്ക്ക് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിയമത്തിൻ്റെ ഏതെല്ലാം വഴിയിലൂടെ പോകുമ്പോൾ അവിടെ എല്ലാം പോയി സുപ്രീം കോടതി വരെ കയറ്റി അവനെ ഇറക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷം പേര് ആ ട്രെയിലർ കണ്ടിട്ട് അവൻ്റെ റിവ്യൂ കണ്ടെന്ന്, ട്രെയിലറിൻ്റെ റിവ്യൂ. അതുപോലെ തന്നെ പണം വാങ്ങിയിട്ട് എറണാകുളത്ത് ഉണ്ട് നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിർമ്മാതാക്കളിൽ പലരും, നിങ്ങളുടെ നേതാക്കളിൽ പലരും സിനിമയ്ക്ക് പൈസ കൊടുത്ത് പ്രൊമോഷൻ നടത്തുന്ന ഊത്ത് പടം എടുത്തിട്ട്, തല്ലിപ്പൊളി പടം എടുത്തിട്ട് നല്ലതെന്ന് പറയിക്കുകയും, അല്ലെങ്കിൽ എൻ്റെ എതിരാളിയുടെ ഒരു നല്ല പടമുണ്ട് അതിനെ മോശമായിട്ട് കാച്ചെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നവരുണ്ടെന്ന് പറയുന്നു. ഉണ്ട് എന്ന് എനിക്കും തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ മോശമായ സിനിമയാക്കി എഴുതാൻ പറ്റില്ല, കാരണം അത് മനോഹരമായ സിനിമയാണ്. പക്ഷേ ഒരു റിവ്യൂ ആ പടത്തെ പറ്റിയില്ല, കാരണം പൈസ കൊടുക്കാൻ ഇല്ലാത്ത പാവങ്ങളായിരിക്കാം നിർമ്മാതാക്കളെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മനോഹരമായ സിനിമയാണ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, രോമാഞ്ചം, ഭ്രമയുഗം, ഇതൊക്കെ ഓടിയതെങ്ങനെ? യൂട്യൂബർമാർ വിചാരിച്ചാൽ പൊളിക്കാമെങ്കിൽ ഒന്ന് പൊളിച്ചു നോക്കുന്നത് വിവരം അറിയും. പൊളിയില്ല. കാരണം ഒന്നും വേണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ CPMൻ്റെ എതിർപ്പ് ഉണ്ടായിട്ട് പോലും എന്നാ താൻ പോയി കേസ് കൊടുക്കുന്ന പറഞ്ഞ സിനിമ എങ്ങനെ ഓടിയേ? ഈ യൂട്യൂബർമാരൊക്കെ ഇവിടെ പോലും അപ്പം നല്ല പടമാണെങ്കിൽ ഓടുന്നേ.
പിന്നെ ഇതൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ആളെളുപ്പമുള്ളവരുടെ ഒരാളാവുള്ളൂ. ഇപ്പോൾ എൻ്റെ പേരിൽ മാനനഷ്ട കേസുണ്ട്. മാനമുള്ളവരാണ് മാനനഷ്ട കേസ് കൊടുക്കേണ്ടത്. ഞാനത് ഇവിടം വരെ നോക്കാം. എന്താ മാനനഷ്ട കേസ്? ഒരാളെപ്പറ്റി, ഫെഫ്കയുടെ ഒരു നേതാവിനെ പറ്റി ഞാൻ നിരന്തരമായി അയാളെ അധിക്ഷേപിക്കുന്നു. ഞാൻ അധിക്ഷേപിച്ചിട്ടേ ഇല്ല. എനിക്ക് ബഹുമാനമാണ്. കാരണം എന്താ പറയുക, അയാളില്ലെങ്കിൽ ആ സംഘടന ഇല്ലെന്നേ, അത് പൂട്ടും. 3 വെള്ളിയാഴ്ച കഴിയുമ്പോൾ പൂട്ടിപ്പോവും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇന്നലെയും ഏതൊരു ഇതിൽ ഞാൻ പറഞ്ഞു, അതായത് ഇടവേള ബാബുവിനെയും ഫെഫ്കയുടെ നേതാവിനെയും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവർ രണ്ടുപേരും ഡെഡിക്കേറ്റഡാണ് സംഘടനയോട്. പക്ഷേ അയാൾ കാണിക്കുന്ന കോപ്പറേറ്റ് തരങ്ങൾ, അല്ലെങ്കിൽ അയാൾ മോഹൻലാലിനെയൊക്കെ വിറ്റെടുക്കാൻ വേണ്ടി ചെയ്യുന്ന തല്ലിപ്പൊളി പടങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേര് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ എറണാകുളത്ത് കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, ആ കേസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് കോടതിയിൽ നിന്നുള്ള ഇത്രാം തീയതിയാണ് എൻ്റെ കേസെന്ന് പോലും എന്നെ അറിയിക്കാതെ, പ്രതിഭാഗത്തിരിക്കുന്ന എന്നെ അറിയിക്കാതെ അത് എന്താ പറയുക സെറ്റിൽ ചെയ്ത് അയാളുടെ പേരിലാക്കിയെടുത്തിട്ട് മാനനഷ്ട കേസ് വിജയിപ്പിക്കാനുള്ള ശ്രമം കൂടെ നടത്തി എന്നുള്ളതാണ് അതിൽ രസകരമായ കാര്യം. ഞാൻ അതുകൊണ്ട് നല്ല 2 വക്കീലന്മാരെ ഏൽപ്പിച്ചു. എൻ്റെ പേരിൽ പോക്സോ കേസുണ്ട്. എന്താ കേസ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നെ പോക്സോയിൽ പെടുത്താൻ പറ്റാവുന്ന ഒരാളാണ്. ഒരു പെണ്ണിനോട് പോലും മോശമായി ജീവിതത്തിൽ പെരുമാറിയിട്ടില്ലാത്ത എൻ്റെ പേരിൽ പോക്സോ കേസ് കൊടുത്തവൻ കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക രംഗത്തെ വിപ്ലവ ജ്വാലയായ ചുവപ്പൻ അരിവാൾ ചുറ്റിക നക്ഷത്ര അണ്ടർവെയറുകൾ വരെ ഇടുന്നവനാ എൻ്റെ പേരിൽ പോക്സോ കേസ് ജയിച്ചത്. ഈ പറയുന്ന നിർമ്മാതാക്കളോ, ഈ പറയുന്ന ഫെഫ്കയോ, ഈ പറയുന്ന അമ്മയോ ആരെങ്കിലും അയാളോട് താൻ കാണിച്ച ഇത്തിരി കൂടിപ്പോയി കേട്ടോ, ആ ദിനേശിൻ്റെ പേരിൽ പോക്സോ കേസ് കൊടുപ്പിച്ചല്ലേ താൻ തൻ്റെ പടത്തിൽ അഭിനയിച്ച പെണ്ണിനെ കൊണ്ട്? അതൊക്കെ മോശമായിപ്പോയി. അയാൾക്ക് ദിനേശിന് ആ പെണ്ണിനെ പോലും അറിയില്ലല്ലോ, ആ കുട്ടിയുടെ പേരറിയില്ല, പ്രായമറിയില്ല, ഏത് ജില്ലക്കാരി എന്നറിയില്ല, അവളുടെ അച്ഛനാരെന്നറിയില്ല, അമ്മ ആരെന്നറിയില്ല. നിങ്ങൾ അയാളെ പേര് പോക്സോ കേസ് കൊടുത്തല്ലേ എന്ന് ചോദിക്കില്ലെന്നേ. കാരണം ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ ഈ നാട്ടിൽ ആളുകളുള്ളത്. എൻ്റെ പേരിൽ ADGP ആയിരുന്ന സന്ധി കൊടുത്ത കേസുണ്ട്. എന്താ? പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ ഞാൻ ഇടപെട്ടു. വാർത്തയിൽ, മംഗളം ചാനലിലൊരു വാർത്തയിൽ. ഇപ്പം ഞാൻ അങ്കമാലി കോടതി കയറി ഇറങ്ങുകയാണ്. ഈ ADGPയോട് ആരെങ്കിലും ചോദിച്ചോ? ഇപ്പം ADGP അല്ല, പെൻഷനായി വീട്ടിലിരിക്കുക. ഈ സ്ത്രീയോട് ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേസെടുപ്പിച്ചത്? ഒരു ചർച്ചയിൽ ഒരു കേസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചാൽ പോലീസ് കൃത്യമായല്ലാതെ കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അയാളുടെ പേരിൽ കേസെടുക്കുന്നത് ശരിയാണോ എന്ന് ആരും ചോദിച്ചില്ല. അതുപോലെ തന്നെ എൻ്റെ പേരിൽ ചലച്ചിത്ര അക്കാദമി പ്രസിഡൻ്റായിരുന്ന മഹാൻ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വഴി ആറ്റിങ്ങൽ കോടതിയിൽ ഞാൻ കയറി ഇറങ്ങുകയാണ്. 1-ാം പ്രതി സതീഷ് ബാബു പയ്യന്നൂരാണ്, പക്ഷേ അയാൾ മരിച്ചുപോയി, ഭാഗ്യവാൻ. ഇപ്പോൾ 1-ാം പ്രതി 2-ാം പ്രതി എല്ലാം ഞാനാണ്. എനിക്കറിയാം ഒരു പുല്ലും സംഭവിക്കില്ല എന്ന് കോടതിയിൽ, കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനതിൽ അതിലെ സെക്രട്ടറി ആയിരുന്ന മഹേഷ് പഞ്ചുവിനെ അക്കാദമിയിൽ നിന്ന് പുറത്താക്കിയത് തമ്മാടിത്തരമാണ്. മഹേഷ് പഞ്ചു കൈക്കൂലി വാങ്ങാത്ത കൃത്യതയോടെ അവിടെ അക്കാദമി സെക്രട്ടറിയായിട്ട് ഇരുന്ന ആളിനെ വച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് കണ്ടപ്പോൾ അയാളെ പോച്ച് പുറത്തി അടിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ അക്കാദമി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കഴക്കൂട്ടത്താണല്ലോ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, അവിടെ കേസ് കൊടുത്ത് ആറ്റിങ്ങൽ കോടതി ഞാൻ കയറി ഇറങ്ങുന്നു. എനിക്ക് മഹേഷ് പഞ്ചു മാത്രം കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞാൽ മതി, ആ കേസ് ജയിക്കുമെന്ന്. എനിക്ക് ഈ കേസിൽ ഒന്നിലും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന്, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ചാനൽ തുടങ്ങുന്നവരെ വാദിയായിട്ടോ പ്രതിയായിട്ടോ പോലീസ് സ്റ്റേഷനിൽ പോകാത്തൊരു മാന്യനെന്ന് ഞാൻ വിശ്വസിക്കുന്നു തന്നെ. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, ഈ സിനിമാക്കാരന്മാരെ ഒരുത്തൻ്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അതുപോലെ തന്നെ എൻ്റെ പേരിൽ ആത്മഹത്യാ കുറിപ്പെഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഈ ദിനേശ് ആയിരിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചടുലമായ നീക്കങ്ങൾ നടത്തി എൻ്റെ പേരിൽ കേസെടുത്തു, ജാമ്യമില്ലാ വകുപ്പിട്ട്. ഞാനിപ്പോൾ കോടതി കയറി ഇറങ്ങിയല്ലേ, 2-3 വർഷമായിട്ട് ഞാനിപ്പോൾ കോടതി കയറി ഇറങ്ങുന്നു. തെമ്മാടിത്തരം കാണിക്കുന്ന സിനിമാക്കാർക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ നമ്മൾ പ്രതികരിക്കും, നീ എന്തൊക്കെ കേസ് വന്നാലും പ്രതികരിക്കും. സിനിമാക്കാർ തെമ്മാടിത്തരം കാണിക്കാനുള്ളവരാണ്, അവർ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഒരുത്തനും യൂട്യൂബർമാരാരും പ്രതികരിക്കരുത് എന്ന് പറഞ്ഞാൽ പോടാ നിൻ്റെ ജോലിയൊക്കെ എന്നേ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിവരക്കേടും താന്തോത്തനവും കയ്യൂക്കും ഒക്കെ കാണിക്കും. ഞങ്ങൾക്ക് കോടികളുണ്ട്, പേരുണ്ട്, ഭരണക്കാരുടെ പിടിപാടുണ്ട്, അതിനാൽ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തോന്ന് നിലപാട് എന്നേ ചോദിക്കാനുള്ളൂ. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഫെഫ്കയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇൻഡാസ് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കേൾക്കട്ടെ, ഈ ഓരോന്നായിട്ട് തികട്ടി വരിക. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഏതെങ്കിലും ഒരു നേതാവിന് എറണാകുളത്ത് ഏതെങ്കിലും ഒരു പടം ഇറങ്ങിയാൽ ചില പർട്ടിക്കുലർ തിയേറ്ററുകളിൽ വന്ന് 3-4 തലയ്ക്ക് വെളിവില്ലാത്ത മന്ദബുദ്ധികളായ 3-4 പിള്ളേരുണ്ടല്ലോ, ഇവനെയൊക്കെ വീട്ടിൽ എങ്ങനെ ഇട്ട് വളർത്തുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവനൊക്കെ വന്നിരുന്നുണ്ട്, പടം തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോൾ ആ പടം തല്ലിപ്പൊളിയാണെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കൊടുക്കുന്നു. എന്താ അവനെയൊക്കെ പേരിൽ നിങ്ങൾ നടപടി? നിങ്ങൾ യൂട്യൂബർമാരെ കുതിര കയറണം എന്തിനാന്നേ?
നിങ്ങൾ അവന്മാരുടെ പേരിൽ എന്താ നടപടി എടുക്കാത്ത? അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ നടയിൽ നിന്നിട്ട് പിറം തലയിലിട്ട് 2 അടി അടിച്ചെടുത്ത് ചിലപ്പോൾ നേരെ നോർമലാവും. എന്തെല്ലാം കോപ്രാട്ടികൾ അവന്മാർ തിയേറ്ററിൻ്റെ മുന്നിൽ ഒന്ന് കാണിക്കുന്നു. മോഹൻലാലിനെയൊക്കെ പരസ്യമായി എന്തെല്ലാം തെറി വിളിക്കുന്നു. ആലോചിച്ച് തെറിയല്ലേ വിളിക്കുന്നത് മോഹൻലാലിനെ. മോഹൻലാൽ പിന്നെ ഈ വായില കുന്നിലപ്പനെ പോലെയോ കാറ്റ് പിടിച്ച പാറയെ പോലെ ഇരിക്കും. ആരെന്തിന് പറഞ്ഞാൽ പുള്ളി അനങ്ങൂലല്ലോ. ഒരിണക്കിന് അതാണ് നല്ലത്. അല്ലെങ്കിൽ ദിനേശിനെ പോലെ കോടതി കയറി സ്ഥിരം ഇറങ്ങേണ്ടി വരും. ഇതിനെതിരെ ഏതെങ്കിലും സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ സംഘടന പ്രതികരിച്ചിട്ടുണ്ട്? മോഹൻലാൽ ഡേറ്റ് കൊടുത്ത ഔദാര്യങ്ങളിൽ സംഘടനയുടെ പേരിൽ, മോഹൻലാലിൻ്റെ ആ സംഘടനയുടെ പേരിൽ, അതിൻ്റെ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ പേരിൽ മോഹൻലാലിൻ്റെ ഡേറ്റ് വാങ്ങി വിലസുന്ന കോടികൾ ഉണ്ടാക്കുന്നവന്മാരാരെങ്കിലും ഈ മോഹൻലാലിനെ തെറി വിളിച്ചപ്പോൾ ഈ മന്ദബുദ്ധികൾക്കെതിരെ എന്തെങ്കിലും ഒരു നിലപാടെടുത്തോ? ഇപ്പോൾ ഈ ഫെഫ്കയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവന്മാർക്ക് നമ്മുടെ ബി രാജീവ് അടക്കമുള്ള, മന്ത്രി രാജീവ് അടക്കമുള്ള ഒരുപാട് പേരെ പിടിപാടുണ്ടല്ലോ. ദിനേശൻ്റെ പേരിൽ അടുക്കള വഴി ചെന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ അറിയാമല്ലോ, കേസെടുപ്പിക്കാൻ അറിയാമല്ലോ, ജാമ്യമില്ല വകുപ്പിടാൻ അറിയാമല്ലോ. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി കൊടുത്തൊരു കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. ആ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയെ അനക്കിയിട്ടില്ല. കാരണം അതിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെച്ചു. കാരണം അക്കാഡമി ചെയർമാനല്ലേ അതിലെ പ്രതി. ഇവിടെ കലിയുഗമാണെന്നേ. ഇത് നടക്കും, ഇതിൻ്റെ അപ്പുറവും നടക്കും. പിന്നെ കഥമോഷണം ഞാൻ പറയണ്ടല്ലോ, വ്യാപകമായി കഥമോഷണം നടക്കുന്നു. ആരുടെയെങ്കിലും പേരിൽ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? അനക്കില്ല. കാരണം അതെല്ലാം നമ്മളുടെ മച്ചാന്മാരായോണ്ട് ചെയ്യില്ല. എതിർപ്പുള്ളവരുടെ വീട്ടുകാരെ പറ്റി അപവാദം പറഞ്ഞു വരുത്തുന്ന ഒരുത്തനുണ്ട് സിനിമയിൽ, ഒരേ ഒരുത്തനേ ഉള്ളൂ. അവൻ ആരെങ്കിലും ഇഷ്ടമില്ല എന്ന് കണ്ടാൽ അവൻ്റെ വീട്ടുകാരെക്കുറിച്ച്, എൻ്റെ വീട്ടുകാരെക്കുറിച്ചും പറഞ്ഞു, എൻ്റെ ഭാര്യയെക്കുറിച്ചും പറഞ്ഞു. ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു. മരിച്ചുപോയ എൻ്റെ, ഞങ്ങൾ തമ്മിൽ അവസാനം പിണങ്ങിയെങ്കിലും എൻ്റെ ഗുരുനാഥനായ ഹരികുമാർ സാറ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ദിനേശ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്നോട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന സംവിധായകൻ നിൻ്റെ ഭാര്യയെപ്പറ്റി എന്നല്ല, സിന്ധുവിനെ പറ്റി അനാവശ്യം പറഞ്ഞു. ഞാൻ അവനെ കണ്ട്, ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജീവൻ, ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ 3 പേരും കൂടെ കൈരളി തിയേറ്ററിൽ വെച്ച് ഈ സംവിധായകനെ കാണുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു, അണ്ണാ നിങ്ങൾ എൻ്റെ ഭാര്യയെപ്പറ്റി ഇങ്ങനെ ഹരികുമാർ സാറിൻ്റെ അനാവശ്യം പറഞ്ഞു. ഇനിയും പറയും. കാരണം നീ എനിക്കെതിരെ നീങ്ങിയാൽ, ഞാൻ നീങ്ങിയത് എന്താണ്? മാറ്റയുടെ ഡിന്നറിന് വെള്ളം അടിക്കാനായിട്ട് 2 കോൺഗ്രസ്സുകാരെയും വിളിച്ചുകൊണ്ട് ഇയാൾ വന്നപ്പോൾ ഞാൻ കയറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഇല്ല അത് പറ്റില്ല, മാറ്റ നടത്തുന്ന ഡിന്നറിൽ മാറ്റക്കാർ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞത്. ഇനി എൻ്റെ പേരിൽ നീ പറഞ്ഞാൽ നിൻ്റെ വീട്ടുകാരെ എല്ലാവരും ഞാൻ പറയുന്നു. ഈ വിവരം അറിഞ്ഞ ഫെഫ്കയുടെ നേതാവ് എന്നോട് പറഞ്ഞത്, ദിനേശ് ഒരൊറ്റ ആടിയോ ഒരു ഇടിയോ ഇടിച്ച് ആ ഫ്രണ്ടിലത്തെ 4 പല്ലങ്ങളൊക്കെ കളയാത്തത്, കേസ് പറയാനുള്ള 5 ലക്ഷം രൂപ ഞാൻ തരുമായിരുന്നല്ലോ. ഞാൻ 3.5 വയസ്സ് വരെ ഒരാളെ അച്ഛാന്ന് വിളിച്ചുള്ളതുകൊണ്ട് വാക്കുമാറ്റി പറയില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ നേതാവിനോട് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞൊന്നുമല്ല, ദിനേശ് കള്ളം പറഞ്ഞാണെന്ന് പറയും. ജീവൻ്റെയും ഗോപാലകൃഷ്ണൻ്റെയും മുമ്പ് വെച്ചാണ് ഈ നേതാവിനോട് പറഞ്ഞത്. അവൻ്റെ മൂക്കാമണ്ട ഇടയ്ക്ക് ഇടിച്ചു കൊടുത്തിട്ട് 4 പല്ലിളക്കി കളഞ്ഞിട്ട് കേസ് വന്നാൽ 5 ലക്ഷം രൂപ ഞാൻ തരുമായിരുന്നു. എന്താ ദിനേശ് ചെയ്യാത്തതെന്ന് ചോദിച്ച ആളാണ്. പക്ഷേ ഞാൻ എങ്ങനെ ഇടിക്കുന്നേ? നമ്മൾ ഇടിക്കുമ്പോൾ ആൾ കൂടി വിവരം അന്വേഷിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞത് ഞാൻ പറയേണ്ടി വരും. അത് വേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടിക്കാത്ത. അല്ലെങ്കിൽ ഈ വിവരദോഷം ഞാൻ ഒറ്റ ഇടിച്ചു കൊടുത്തന്നെ. അപ്പോൾ എന്നിട്ട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയാൾ, ഈ നേതാവ് എന്നോട് ഇടിച്ചാൽ 5 ലക്ഷം രൂപ ഞാൻ തരൂലേ എന്ന് ചോദിച്ച നേതാവ് അവനെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റ് ആക്കി. മനസ്സിലായോ? ഇവരൊക്കെയാണ് മീശ വെച്ചിരിക്കുന്ന ആണുങ്ങൾ. നേതാവാക്കി അവനെ വൈസ് പ്രസിഡൻ്റ് ആക്കി. എന്തിനെന്നറിയോ? ഇയാളുടെ വീട്ടിൽ വിളിച്ച ആരും, ഇയാൾ ഈ കള്ള ലെറ്റർ അയക്കുന്ന, കള്ള പോസ്റ്റർ ഒട്ടിക്കുന്ന, കള്ള ഫോൺ വിളിക്കുന്നവൻ എൻ്റെ വീട്ടിൽ വിളിച്ച് എനിക്കെതിരെ പറയാതിരിക്കാൻ വേണ്ടി അയാൾ സേഫ് ആക്കാൻ വേണ്ടി കളിച്ച കളിയാണ്. ഞാനാണോ അയാളാണോ ആണ് എന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കൂ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സ്വന്തം സഹപ്രവർത്തകനെ പറ്റി ഊമക്കത്ത് അയക്കുന്നവനെ, അവൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് പരാതി കൊടുത്ത എന്നെ കരുവാക്കിക്കൊണ്ട് അവനെ വൈസ് പ്രസിഡൻ്റാക്കി. അങ്ങനെയാണല്ലോ ഞാൻ ഫെഫ്ക എന്ന് പറഞ്ഞ നിൻ്റെ കോപ്പ് വേണ്ട എന്ന് പറഞ്ഞ് രാജിവെച്ച് പോയില്ലേ പുല്ലുപോലെ. ഇനി നിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇല്ല, ആണായി പറഞ്ഞവന്മാരല്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. കാരണം ഫെഫ്കയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തലേ ദിവസം ഇങ്ങനെ ഒരു പരാതി കത്ത് എന്നെ കൊണ്ട് എഴുതിക്കുന്നത് സിബി മലയിലും കമൽ, ബി ഉണ്ണികൃഷ്ണൻ, മരിച്ചുപോയ സിദ്ദിഖ്, 4 പേര് ചേർന്ന് എന്നെ കൊണ്ട് കത്ത് എഴുതിച്ച് 4 പേരും വായിച്ചിട്ട് മതി ദിനേശ്, നാളത്തെ ഫെഫ്ക ജനറൽ ബോഡിയിൽ ആദ്യം ഈ കത്ത് വായിച്ച് അവനെ പുറത്താക്കിയിട്ട് നമ്മൾ ജനറൽ ബോഡി നടത്തൂ എന്ന് പറഞ്ഞിട്ട് രാവിലെ ജനറൽ ബോഡി തുടങ്ങിയപ്പോൾ അവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നു. അവനെ ഇങ്ങനെ നാണം കെട്ട പണികൾ ചെയ്യുന്നവരാണ് ഈ സംഘടനയിലുള്ള വായില്ല കുന്നിലപ്പന്മാർ. അവരെ കാര്യം കാണാൻ വേണ്ടി ഏത് നിലപാടും എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർന്നാണ് ഈ സിനിമയെ നാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്ന നേതാവിൻ്റെ കയ്യിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതി കൊടുത്തിരിക്കുന്നു. നമുക്ക് യൂട്യൂബർമാരെ മുഴുവൻ അങ്ങ് വിഴുങ്ങിക്കളയാം, ഒരു ചുക്കും സംഭവിക്കില്ല, കടലാസിൻ്റെ വില പോലും കിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
നിങ്ങൾ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കൂ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇനി ആരും കൊണ്ടൊന്ന് കേസ് കൊടുത്തളയില്ല. ഇപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ല ശതമാനം, വേണമെങ്കിൽ ഒരു 50% ഞാൻ കോടതിയിൽ വക്കീലന്മാർക്കും കോടതി യാത്ര, ഇപ്പോൾ അങ്കമാലിയിലൊക്കെ പോകുമ്പോൾ ഞാൻ തലേ ദിവസം പോയി റൂം എടുത്ത് താമസിക്കുകയല്ലേ. ഇതുവല്ല ദിലീപ് അറിയുന്നുണ്ടോ? ദിലീപിൻ്റെ കേസിന് വേണ്ടി വാർത്തയിൽ സംസാരിച്ചതിലാണ്. ഞാൻ അങ്കമാലി ചെന്ന്, ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലി കോടതി സമയത്ത് എത്തൂല്ലോ, അതുകൊണ്ട് തലേ ദിവസം ചെന്ന് ഒരു റൂം എടുത്ത് താമസിച്ച് രൂപ എത്ര ചിലവെന്നാലും ഏറ്റവും കുറഞ്ഞൊരു ഒരു 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 7,000-7,500 രൂപ ചിലവാണ് പോണതിന്. കാരണം വക്കീലിൻ്റെ പൈസ, നമ്മൾ റൂം എടുക്കുന്ന പറഞ്ഞാൽ സിനിമാക്കാരനല്ലേ, മോശമല്ലാത്തൊരു ഹോട്ടലിൽ കയറി എടുക്കാൻ നോക്കുമോ? മോശമല്ലാത്ത ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? AC കോച്ചിലല്ലേ യാത്ര ചെയ്യാൻ പറ്റും? ഇതൊന്നും ദിലീപൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. എന്നാലും ഞാൻ ഏതറ്റം വരെ ആയാലും പോവും. കാരണം അതെൻ്റെ രക്തത്തിലുള്ളതാണ്. ഈ രജപുത്രന്മാരുടെ കഥ പറഞ്ഞ പോലെ എൻ്റെ രക്തത്തിലുള്ളതാണ് ഈ ആവേശം. എത്ര എന്താ പറയുക ദുർഘട സന്ധികളിലൂടെ ആയാലും ശരി, ദിനേശ് തോറ്റ് പിന്മാറില്ല. ഏതെല്ലാം മാനനഷ്ട കേസായാലും ശരി, പോക്സോ കേസായാലും ഏത് കോപ്പ് കേസായാലും ശരി, ദിനേശ് മുമ്പോട്ട് തന്നെ പോകും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന യൂട്യൂബർമാരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ഗിമ്മിക്സ് പരിപാടികൾ നടത്തി പ്രൊഡ്യൂസേഴ്സും ഫെഫ്കയും ഒന്നും നാറരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടിയാണ് ഈ പ്രത്യേക പ്രോഗ്രാം ചെയ്തത്. ഇതിൻ്റെ പേര് കേസ് വരണമെങ്കിൽ വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയോടും ആ കത്ത് വാങ്ങിയ ഫെഫ്കയോടും പറയാനുള്ളൂ. വിനാശകാലെ വിപരീത ബുദ്ധി. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.